എന്നിങ്ങനെ തുടരുകയാണ് ഇമാം റാസി. ഇമാം റാസിയുടെ 26-ാം ജിൽദ് 13-ാം ജിൽദ് 26-ാം ജുസ് 13-ാം പേജിലാണ് ഈ പറയുന്നത്. ഇതിലെന്താ പറയുന്നതെന്നറിയോ? വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിൽ ഇസ്സത്തൻ, ഒരു തരം പ്രതാപമുണ്ട്. മിൻഹൈസുൽ ഖുർബു മിൻഹ, വിഗ്രഹങ്ങളുടെ മുമ്പിൽ നിൽക്കാം. വന്നദുറു ഇലൈഹ, അതിലേക്ക് നോക്കിക്കാണാം. വ അർളുൽ ഹവായിജി അലൈഹ, ആവശ്യങ്ങൾ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്താം. വല്ലാഹു ലാ യുറ, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അള്ളാഹുവിനെ കാണൂലല്ലോ. വലാ യുസ്ലു ഇലൈഹി അഹദുൻ, ഒരാൾക്കും അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്താൻ കഴിയില്ലല്ലോ. ഫഖാല ഹാ ഉലായി, അപ്പോൾ അള്ളാഹു താല അതിനെ ഖണ്ഡിച്ചു പറഞ്ഞു, ഹാ ഉലായി, നിങ്ങൾ ഈ പറയുന്ന വിഗ്രഹങ്ങൾ, മക്കത്തെ മുശ്രിക്കുകൾ പറയുന്ന വിഗ്രഹങ്ങൾ, ലാ യസ്മഊന ദുആഅക്കും, നിങ്ങൾ ആ വിഗ്രഹങ്ങളെ വിളിക്കുന്നത് കേൾക്കൂല. വല്ലാഹു യസ്അദു ഇലൈഹി കലിമു ത്വയ്യിബു, അള്ളാഹു ആണെങ്കിലോ അവനിലേക്ക് നിങ്ങളുടെ നല്ല വചനങ്ങളും നല്ല വാക്കുകളും ഒക്കെ അള്ളാഹുവിലേക്ക് കയറി ചെല്ലും. നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്നേ ഉള്ളൂ, ഈ വിഗ്രഹങ്ങൾ കേൾക്കൂല എന്ന് പറഞ്ഞു. യസ്മഉ വയഖ്ബലു, അള്ളാഹു സ്വീകരിക്കും ചെയ്യും കേൾക്കും ചെയ്യും. ഫുമ്മ നസല അൻ തിൽക ദറജ, പിന്നെ അള്ളാഹു തആല അവിടെ നിന്ന് ഒരു പടി കൂടി താഴോട്ടിറങ്ങിയിട്ട് വീണ്ടും അവരോട് പറഞ്ഞു, ഹബ് അന്നഹും യസ്മഊന, ഈ വിഗ്രഹങ്ങൾ കേൾക്കും എന്ന് തന്നെ വിചാരിക്കൂ. കമാ യദുന്നൂന, ഈ ബഹുദൈവ വിശ്വാസികൾ വിചാരിക്കും പോലെ. ഫഇന്നഹും കാനു, കാരണം ബഹുദൈവ വിശ്വാസികൾ പറയുന്നവരായിരുന്നു, യഖൂലൂന, അവർ പറയുന്നവരായിരുന്നു, ബി അന്നൽ അസ്ലാമ തസ്മഉ വ തഅലമു, വിഗ്രഹങ്ങൾക്ക് കേൾവിയുണ്ട് അറിവുണ്ട് എന്നാണ് മക്കത്തെ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത്. അതുപോലെ കേൾക്കുമെന്ന് തന്നെ നിങ്ങളുടെ വിശ്വാസപ്രകാരം വാദപ്രകാരം പറഞ്ഞാലും, വലാകിൻ മൻ കാന മാ കാന യുംകിനുഹും അൻ യഖൂലു അന്നഹും യുജീബൂൻ, ഇവർ ഉത്തരം നൽകുന്നു പറയാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. ലിഅന്ന ദാലിക ഇൻകാറുൽ മഹ്സൂസി മിൻഹു ബിഹി, കാരണം അത് അറിയപ്പെടുന്ന കണ്ണുകൊണ്ടും ബുദ്ധി കൊണ്ടും മനസ്സിലാകുന്ന കാര്യത്തെ നിഷേധിക്കലാണ്. വിഗ്രഹത്തിന്റെ മുമ്പിൽ ഉത്തരം കിട്ടാത്തത് എല്ലാവർക്കും കാണാലോ. വ അദമു സമായിഹിം ഇൻകാറുലിൽ മഅഖൂലി, ഈ വിഗ്രഹങ്ങൾ കേൾക്കൂല എന്ന് പറയുന്നത് ഇൻകാറുലിൽ മഅഖൂലി, അത് ബുദ്ധിപരമായി മനസ്സിലാക്കുന്ന കാര്യത്തെ നിഷേധിക്കലാണ്. വന്നിസാ വഇൻ കാന യഖഉ ഫിൽ മഅഖൂലി ഫലാ യുംകിനു വുഖൂഇഹി ഫിൽ മുഹസ്സിബിഹി സുമ്മ ഇന്നഹു തആല ഖാൽ വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും. അപ്പോൾ അല്ലാഹു തആല രണ്ട് നിലയ്ക്ക് അവരെ ഖണ്ഡിക്കുകയാണ് ഈ ആയത്തിൽ. നിങ്ങൾ അദ്ദേഹത്തിന്റെ ഇത് മൈക്കൊന്ന് കൊടുക്കി. ഇൻ തദഉഹും, ഈ ആയത്തിന് അർത്ഥം വെച്ച് തരാം. ഇൻ തദഉഹും, നിങ്ങളുടെ വാദപ്രകാരം നിങ്ങൾ ഈ വിഗ്രഹങ്ങളെ വിളിച്ചാൽ, ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ ഈ വിളി ആ വിഗ്രഹങ്ങൾ കേൾക്കുകയില്ല, ഇതാണ് സത്യം. വലൗ സമിഉ, ഈ വിഗ്രഹങ്ങൾ കേൾക്കുമെന്ന് നിങ്ങൾ വാദിക്കുന്നുണ്ടെങ്കിലും, മസ്തജാബൂലക്കും, നിങ്ങൾക്ക് അവർ ഉത്തരം നൽകൂല, ഉത്തരം നൽകാൻ കഴിയില്ലല്ലോ. വയൗമൽ ഖിയാമത്തി, ഇനി നാളെ അന്ത്യദിനത്തിൽ യക്ഫുറൂന, അള്ളാഹു അവരുടെ ബുദ്ധി കൊടുത്തിട്ട് നിങ്ങളെ നിഷേധിക്കാൻ വേണ്ടിയിട്ട് ഹാജരാക്കുമ്പോൾ അവർ നിഷേധിക്കും. ബിശിർക്കിക്കും, നിങ്ങൾ അവരെ അള്ളാഹുവിനോടുകൂടെ ഇലാഹാക്കി വിശ്വസിച്ചിരുന്ന വിശ്വാസം കൊണ്ട്. വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, അള്ളാഹുവിനെ പോലെ എനിക്ക് ഈ വിവരം തരാൻ മറ്റാരുമില്ല. സൂറ ഫാത്തിർ 14. ഇതിലെന്താ നിങ്ങളെ സംശയം? സംശയമില്ല. അൽഹംദുലില്ലാഹ്. വെള്ളമാണ്. അസ്സലാമു അലൈക്കും. അദ്ദേഹം ചോദിച്ചതിന്റെ ഒരു അനുബന്ധ ചോദ്യമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നാളെ ഖിയാമത്ത് നാളിൽ ഈ ഷിർക്കിനെ അവരെ നിഷേധിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ വിഗ്രഹങ്ങളാണെങ്കിൽ അതെങ്ങനെ നിഷേധിക്കാൻ സാധിക്കും? വിഗ്രഹങ്ങളെ അള്ളാഹു തആല ജീവൻ നൽകിയിട്ട് ഇവരെ നിഷേധിച്ചുകൊണ്ട് അവരുടെ വിശ്വാസത്തിനെതിരിൽ അവരെ ഒന്നുകൂടി വഷളാക്കാൻ വേണ്ടി അള്ളാഹു ഹാജരാക്കും എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. വിശദീകരിച്ചിട്ടുണ്ട് മുഫസ്സിറുകൾ. അതിന് വിഗ്രഹങ്ങൾക്ക് ജീവൻ നൽകിയിട്ട് അവരെ കൊണ്ടുവരും, എന്നിട്ട് മിണ്ടാത്ത വിഗ്രഹങ്ങളെ അള്ളാഹു അവിടെ വെച്ച് സംസാരിപ്പിക്കും ഇവരെ വഷളാക്കാൻ. ഇത് തീർന്നല്ലോ. സൂറത്തുൽ ഫാത്തിറില് ഖബറിൽ ഉള്ളവനെ നീ കേൾപ്പിക്കുന്നവനല്ല എന്നൊരു ആയത്ത് ഞാനിങ്ങനെ പരിഭാഷ വായിച്ചപ്പോൾ മനസ്സിലാക്കിയതാണ്. അതിന്റെയും കൂടെ ഒരു സാഹചര്യം, ആയത്തിറങ്ങാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് പറഞ്ഞാൽ കൊള്ളാം. വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്നുണ്ട്. ഇബ്നു കസീർ ഞാൻ നിങ്ങൾക്ക് ശരിക്കെന്നെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്.
വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ. ഇബ്നു കസീർ റൂം സൂറത്ത് 52-ാമത്തെ ആയത്ത് 3409. ഇവിടെ 3409 ആണ്. റൂം സൂറത്ത് 52-ാമത്തെ ആയത്ത്. ഇന്നക ലാ തുസ്മിഉൽ മൗത. വമാ നിങ്ങളല്ലേ വമാ അൻത ബിമുസ്മിഇൻ മൻ ഫിൽ ഖുബൂർ എന്ന ആയത്തിന്റെ ഉദ്ദേശം വമാ അൻത നബിയെ തങ്ങളല്ല, ബി മുസ്മിഇൻ തങ്ങളുടെ ഈമാൻ കൊണ്ടുള്ള ആഹ്വാനത്തെ സ്വീകരിപ്പിക്കാൻ കഴിയുന്നവരല്ല, മംഫിൽ ഖുബൂർ ഈ ഖബറാളികളെ പോലുള്ളതായ മുശ്രിക്കുകളോട്. ഈ ഖബറാളികളെ പോലുള്ള മുശ്രിക്കീങ്ങളെ കേൾപ്പിക്കാൻ, അതായത് പറഞ്ഞതനുസരിപ്പിക്കാൻ തങ്ങൾക്ക് കഴിയൂല എന്നാണ് ആയത്തിന്റെ അർത്ഥം. അപ്പൊ മൗത്ത ശവങ്ങൾ, മംഫിൽ ഖുബൂർ ഖബറിൽ കിടക്കുന്ന ശകടങ്ങൾ എന്നൊക്കെ അല്ലാഹു തആല സദൃശപ്പെടുത്തിയിട്ട് ആലങ്കാരികമായിട്ട് മക്കത്തെ മുശ്രിക്കുകളെ വിളിച്ച ചീത്തപ്പേരുകളാണ്. അപ്പൊ മംഫിൽ ഖുബൂർ എന്ന് പറഞ്ഞാൽ ഖബറിന്റെ അകത്തുള്ള ഔലിയാക്കൾ എന്നല്ല അതിന്റെ അർത്ഥം. ഇത് ഇമാം ഇബ്നു കസീർ തന്നെ, അതായത് ഇബ്നു തീമിയയുടെ ശിഷ്യനാണ് ഇബ്നു കസീർ. അതുകൊണ്ടാണ് ഇബ്നു കസീറിനെ ഉദ്ധരിക്കുന്നത്. ഇമാം ഇബ്നു കസീർ ഇബ്നു തീമിയ ഈ തരം വിദണ്ഡവാദങ്ങളെല്ലാം ഉദ്ധരിച്ചിട്ടും അതിലൊന്നും പെടാതെ അഹ്ലുസുന്നത്തിന്റെ അഖീദ ശരിക്ക് വിശ്വസിക്കുന്ന ഇബ്നു കസീർ എന്നവർ ഈ ആയത്തിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഈ ആയത്തുകൊണ്ട് മരണപ്പെട്ടവരുടെ കേൾവി നിഷേധിക്കാൻ പറ്റൂല, ഖബറുള്ളവരുടെ കേൾവി നിഷേധിക്കാൻ പറ്റൂല. അനേകം ഹദീസുകൾ തെളിയിച്ചിട്ടുള്ളതാണ് ആ കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ റസൂല് ആയത്തിന് വിരുദ്ധമായി സംസാരിക്കുകയില്ലല്ലോ. അതുകൊണ്ട് ഈ ആയത്തിൽ ഖബറാളികൾ കേൾക്കൂല എന്ന് പരാമർശമില്ല, മരിച്ചവർ കേൾക്കൂല എന്ന് പരാമർശമില്ല, ചത്തവരെ പോലുള്ള ഈ കാഫിറുകൾ കേൾക്കൂല, ഖബറിന്റെ അകത്തെ ശകടങ്ങൾ കേൾക്കൂല എന്ന് അള്ളാഹു ആലങ്കാരികമായി മക്കയിലെ മുശ്രിക്കുകളായ കാഫിരീങ്ങളെ പറഞ്ഞതാണ്. ഈ കേൾവിയുടെ തന്നെ അർത്ഥം കാതുകൊണ്ട് കേൾക്കുന്നതല്ല. പറഞ്ഞാൽ കേൾക്കൂല എന്നറിയില്ലേ അനുസരിക്കുന്നതിനെ കുറിച്ച്. ഈ അനുസരണം എന്ന കേൾവിയാണ് ഈ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശം എന്ന് ഇബ്നു കസീർ തന്റെ തഫ്സീർ 3409 വിവരിക്കുന്നുണ്ട്. സൂറത്തു റൂമിലെ 52-ാം ആയത്തെ വ്യാഖ്യാനിക്കുമ്പോൾ. ഇനി ഫാത്തിറിലുണ്ടെങ്കിലും അങ്ങനെ തന്നെ അർത്ഥം വേണോ പദമാണ് ഈ തഫ്സീറിൽ 423-ാം പേജിൽ. മനസ്സിലായില്ലേ? അസ്സലാമു അലൈക്കും. സാനോട് ചോദിക്കാനുള്ളത്, ഖുർആനിൽ നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്, ലോകത്ത് അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും വന്നിട്ടുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന സത്യ സന്ദേശം ലോകരോട് വിളിച്ചു പറയുവാൻ വേണ്ടിയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും മക്കയിലേക്ക് വന്നുകൊണ്ട് ആദ്യമായി പറഞ്ഞതും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നതാണ്. അപ്പോ മക്കയിലെ മുശ്രിക്കുകൾ, ഖുറൈശികളായ മുശ്രിക്കുകൾ, അവർ അള്ളാഹുവിലെ വിശ്വസിച്ചിരുന്ന ആളുകളാണ്, പഠിച്ച കാര്യങ്ങളാണ്. അള്ളാഹു ആണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്നും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നത് അള്ളാഹു ആണെന്നും അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ അവർ വിശ്വസിക്കാത്ത ഒരു കാര്യം, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്ന ഒരു കാര്യമാണ് അവർ വിശ്വസിക്കാതിരുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി എതിർത്തതും ഈ ഒരൊറ്റ കാര്യത്തെയാണ്. അപ്പോ ഈ ഒരു പ്രവാചകന്റെ ഈ പ്രബോധനം മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് നാം ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് മറ്റ് അള്ളാഹു അല്ലാത്ത ആളുകളെ, ഔലിയാക്കളെയും മറ്റു മഹാന്മാരെയും ഇടയാളന്മാരാക്കി വിളിച്ച് പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ അല്ലയോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അതല്ലേ അതാണല്ലോ സുഹൃത്തെ ഇതുവരെ ഇവിടെ സംസാരിച്ചത്. ഇടയാളരാക്കിയിട്ട് പറയുന്നത് കൊണ്ടും വിളിക്കുന്നത് കൊണ്ടും ഒന്നും യാതൊരു ശിർക്കും വരൂല എന്ന്. അത് നിങ്ങൾ കേട്ടോ? അതിൽ വെച്ചിട്ട് സംസാരിക്കുക. നിങ്ങൾ കേട്ടല്ലോ? കേട്ടോ. ഇവിടെ നിങ്ങൾ പറഞ്ഞതിൽ നിങ്ങൾക്കൊരുപാട് തെറ്റിദ്ധാരണ ഉണ്ട്. നിങ്ങൾ തെറ്റിദ്ധരിച്ചതല്ല, ഒരുപാട് ആളുകൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, വേറെ ഒരു ഇലാഹുമില്ല എന്നാണ്. അതിന്റെ മറുഭാഗം എന്താണ്? അല്ലാഹുവല്ലാതെ ഇലാഹുണ്ടെന്ന് മുശ്രിക്കുകൾ വിശ്വസിക്കുന്നുണ്ട് എന്നല്ലേ? അല്ലേ? അപ്പൊ എവിടെയാണ് ശിർക്ക്? എവിടെയാണ് ശിർക്ക്? നിങ്ങൾക്ക് അതിനെന്താ മനസ്സിലായത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് തൗഹീദ്. ആ തൗഹീദിന്റെ അർത്ഥം എന്താ? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല. അപ്പൊ ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് പറയുന്നതല്ലേ ശിർക്ക്? ശിർക്ക്. അപ്പൊ ആരാധനക്കർഹൻ മറ്റാരോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ശിർക്ക് എന്ന് ബോധ്യപ്പെട്ടില്ലേ? ഇവിടെ അങ്ങനെ പറയുന്ന വല്ല സുന്നികളുണ്ടോ? ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റു വല്ലവരുണ്ട് എന്ന്? ഞാൻ ഉസ്താദിനെ വിമർശിക്കാനല്ല. അല്ല, വിമർശിക്കൽ. നിങ്ങൾ ചോദിച്ച നിങ്ങളെ ധരിപ്പിക്കുകയാണ് ഞാൻ. നിങ്ങളെ ധരിപ്പിക്കുന്നത് നിങ്ങളല്ലാത്ത എല്ലാവർക്കും കൂടി മനസ്സിലാകാൻ വേണ്ടി നിങ്ങളെ തന്നെ മനസ്സിലാക്കി തരാണ്. ഞാൻ ഗണ്ണിക്കല്ല, ചോദ്യം ചെയ്യുമല്ല. നിങ്ങൾക്ക് മനസ്സിലാണല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാൽ അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ വേറെ ആരുമില്ല. ഇത് തൗഹീദ്. അപ്പൊ ഇതിന്റെ മറുവശം അല്ലാഹുവല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരൊക്കെയോ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നത് ശിർക്ക്. ഈ ശിർക്ക് മുസ്ലിമീങ്ങളിലുണ്ടോ?
ഉണ്ടോ? ആരാധനക്കർഹൻ അള്ളാഹു അല്ലാത്ത മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കേണ്ടെന്ന് ആരും പറയുന്നില്ല. വിളിച്ചു പ്രാർത്ഥിക്കല്ല ഇവിടെ വിഷയം. വിളിച്ചു പ്രാർത്ഥിക്കുന്നിടത്ത് നിങ്ങൾ എന്തിനാ എത്തുന്നത്? ലാ ഇലാഹ ഇല്ലല്ലയിൽ വിളിച്ചു പ്രാർത്ഥിക്കൽ പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നതിന്റെ കഥ കേട്ടില്ലേ? വിളിച്ചു പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ അർത്ഥമേ ദുആ എന്ന വാക്കിന് എവിടെയുമില്ല എന്ന് ഭാഷയിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ കേട്ടോ നിങ്ങൾ? അതിൽ പറയും കേട്ടു എന്ന് എല്ലാവരും കേൾക്കണം. കേട്ടു. എന്നാ അത് നിങ്ങൾക്ക് കേട്ടു മനസ്സിലായിട്ടുണ്ടോ? ഇനി ദുആ നന്നയിൽ അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുക എന്നൊരു അർത്ഥം നിങ്ങൾ എവിടെയെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ ദുആന്റെ വർത്താനം വിടി. ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ മനസ്സിലാക്കാലോ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല. ഇത് തൗഹീദ്. ആരാധനക്കർഹൻ അല്ലാഹുവല്ലാതെ പലരുമുണ്ട്. ഇത് ശിർക്ക്. ഇത് മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അവരോടാണ് അല്ലാഹു തആല ഈ പറഞ്ഞ ആയത്തുകളെല്ലാം പറഞ്ഞത്. മുസ്ലിമീങ്ങളിൽ ആരും അങ്ങനെ വിശ്വാസമുള്ളവരില്ലല്ലോ. ഉണ്ടോ? അങ്ങനെ വിശ്വാസം ഉണ്ടെങ്കിൽ ഒരുത്തൻ മുസ്ലിം ആവൂലല്ലോ. അല്ല, അപ്പൊ നമ്മളെ മുസ്ലിമീങ്ങളിൽ ആരും അങ്ങനെ വിശ്വാസമുള്ളവരില്ലല്ലോ. മുസ്ലിമായ ഒരാളും അങ്ങനെ വിശ്വസിക്കാൻ പാടില്ല. വിശ്വസിക്കുന്നുണ്ടോ നിങ്ങൾ അറിവില്? ഇല്ല. ഞാൻ ഉദാഹരണമായിട്ട് യാ ബദരീങ്ങളെ എന്ന് പറയും. പക്ഷേ അല്ലാഹു അല്ലാതെ ഇലാഹ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നവരായി നിങ്ങൾ പറയുന്നുണ്ടോ? അല്ല. ഒരു കാര്യം ഞാൻ ഉസ്താദിനോടൊന്ന് ചോദിച്ചു. അപ്പൊ ഇത് തന്നെയാണ് മക്കയിലെ മുശ്രിക്കുകളും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതു തന്നെയല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ മറിച്ച് അല്ലാഹു അല്ലാതെ ഇലാഹു ഉണ്ട് എന്നാണ് അവർ പറഞ്ഞത്. മസലുല്ലദീന ഇത്തഖദു ആലിഹതൻ മിൻ ദൂനില്ലാഹ്, അല്ലാഹു അല്ലാതെ ഇലാഹുകൾ ധാരാളമുണ്ടെന്ന് വിശ്വസിച്ചു. നിങ്ങൾക്ക് അർത്ഥം കുറച്ച് പേച്ചിട്ടുണ്ട്. ആകാശഭൂമികളെ പടച്ചത് അല്ലാഹുവാണ്, നമ്മളെ പടച്ചത് അല്ലാഹുവാണ്, മാനം പടച്ചതും നക്ഷത്രം പടച്ചതും അല്ലാഹുവാണ്. പക്ഷേ ഇലാഹാണ് ഞങ്ങളുടെ വിഗ്രഹങ്ങളും എന്നവർ വിശ്വസിച്ചു. ഇലാഹാണ് എന്ന് വിശ്വസിക്കാൻ ആകാശം പടക്കണ്ട, നക്ഷത്രം പടക്കണ്ട. നമ്മുടെ ഒരു കഞ്ഞി കൊണ്ടു തരുന്ന ഇടപാട് അയാളുടെ സ്വയം ശക്തി കൊണ്ടാണ് എന്ന് വിശ്വസിച്ചാൽ ഇലാഹാക്കലായി. ഇത് മക്കത്തെ മുശ്രിക്കുകൾ ചെയ്തിരുന്നു. മക്കത്തെ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാണ് അവരെ മുശ്രിക്കുകൾ എന്ന് പറഞ്ഞത്. മുശ്രിക്കുകളുടെ പ്രവൃത്തി ചെയ്യുന്നവർന്നും അവരെ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ മുസ്ലിമീങ്ങളിൽ ആരും അല്ലാഹുവല്ലാത്ത ഒരു ശക്തിയെയും ഒരു വലിയനെയും ഇലാഹായി വിശ്വസിക്കുന്നില്ല. വലിയുല്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന്റെ ഇഷ്ടക്കാരൻ. നബിയുല്ലാഹി എന്ന വാക്കിന്റെ അർത്ഥം അള്ളാന്റെ പ്രവാചകൻ. അപ്പൊ അള്ളാന്റെ പ്രവാചകൻ, അള്ളാന്റെ വലിയ എന്ന് വിശ്വസിക്കുന്നത് അള്ളാന്റെ പുറമെ കൂടെയുള്ള ഇലാഹ് എന്നല്ലല്ലോ. അല്ല, അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ലല്ലോ. മക്കത്തെ മുശ്രിക്കുകൾ അങ്ങനെയല്ല, വിഗ്രഹങ്ങളെ ഇലാഹാണ് എന്ന് വിശ്വസിച്ചിരുന്നു. ഇല്ലേ? അല്ലേ? അവര് അള്ളാഹുവിന്റെ അടുക്കലേക്ക് സഹായം തേടുവാൻ ഇടയാളന്മാരായിട്ട് ഉപയോഗിച്ചിരുന്നു. കാരണം ഞാൻ പഠിച്ചതെന്ന് വെച്ചാല്, നിങ്ങൾ പഠിച്ചത് ഏതോ ഒരു പരിഭാഷ വായിച്ചിട്ടുള്ളൂ ചെറുപ്പക്കാരനെ. അല്ല, എനിക്ക് ദീനി കാര്യങ്ങളിൽ വലിയ അറിവൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ മനസ്സിലാക്കി തരുന്നത്. അതുകൊണ്ടാണ് ഉസ്താദിനോട് സംശയം ചോദിക്കുന്നത്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് ശേഷം ആദ്യമായി ചെയ്തത് കഅബയിലുണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും തച്ചുടക്കിയാണ്. എന്തുകൊണ്ട്? ഈ വിഗ്രഹങ്ങളെ കുറിച്ച് എന്താണ് മക്കയിലുള്ള ആളുകൾ വിശ്വസിച്ചിരുന്നത്? നേരത്തെ ഉസ്താദ് ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു. അതില് ഇമാം റാസിയുടെ വിവരണം എനിക്ക് കൂടുതൽ അറിയില്ല. ഇമാം റാസിയുടെ വിവരണത്തെ കുറിച്ച് പറഞ്ഞപ്പോ അതില് അവസാനം നാലാമത്തെ ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാല്, ഈ കുഫറിന്റെ അടയാളങ്ങൾ ചെയ്യുന്ന ആളുകൾ അവരെ കാഫിരീങ്ങൾ എന്ന് വിളിക്കും, മുശ്രിക്ക് എന്ന് വിളിക്കില്ല. അത് ഒരു കൂട്ടരെ പറ്റി, അത് വേറെ ഏതോ ഒരു കൂട്ടരെ പറ്റിയ. മക്കത്തെ മുശ്രിക്കീങ്ങൾ എല്ലാവരെ പറ്റിയല്ല. ബഹുദൈവ വിശ്വാസികളായി ഖുർആന്റെ സംബോധിതരായ ജനതയിൽ പല വിഭാഗമുണ്ടായിരുന്നു. ആ പല വിഭാഗങ്ങളിൽ ഒരു വിഭാഗം ദൈവികത ആരോപിക്കാതെ തന്നെ ഇബാദത്തുകൾ ചെയ്തിട്ട് വിഗ്രഹങ്ങളെ പ്രതിഷ്ഠിച്ചു പൂജിച്ചിരുന്നു. അവർ കാഫിറാണ് എന്ന് റാജി വിവരിച്ചതാണ് ഞാൻ അദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തത്. മനസ്സിലായോ? നേരെ മറിച്ച് മക്കത്തെ മുശ്രിക്കുകളിൽ ഹുബുൽ ദേവൻ വലിയ ദേവനാന്നാ വിശ്വസിച്ചിരുന്നത്, ലാത്ത ദേവിയാണ് എന്നാ വിശ്വസിച്ചിരുന്നത്, ഉസ്സ ദേവിയാണ് എന്നാ വിശ്വസിച്ചിരുന്നത്. ദേവി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? പെൺദൈവം എന്നല്ലേ? അപ്പൊ പെൺദൈവത്തെയും ആൺദൈവത്തെയും വിശ്വസിച്ചിരുന്നതായ മക്കത്തെ മുശ്രിക്കുകളെ പോലെയുള്ള വിശ്വാസമാണ് ശിർക്ക്. ഈ ശിർക്കിനെതിരിലാണ് ഖുർആൻ നിരന്തരം പ്രബോധനം ചെയ്തത്. അത്തരം ശിർക്കുകൾക്കെതിരിലാണ് മുൻഗാമികളായ പ്രവാചകന്മാരും പ്രബോധനം ചെയ്തത്. ഇവിടുത്തെ അംബിയാവുലിയ എന്ന് പറയുന്നവർ ശഫാഅത്ത് ഉണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ശഫാഅത്ത് അള്ളാഹുവിങ്കൽ ഉണ്ട് എന്നുള്ള വിശ്വാസം അള്ളാഹുവിന്റെ അനുവാദമുള്ളവർക്കും അറിയിച്ചിട്ടുള്ളവർക്കും വിശ്വാസം സത്യമാണ്. ഇതല്ലേ നമ്മൾ ആയത്തോതിയത്? അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോ. ഖുർആനിൽ ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, അന്ത്യനാളിൽ നമ്മൾ ഈ ദുനിയാവിൽ ഞാൻ പ്രവർത്തിച്ചതേ എനിക്ക് ഫലം ചെയ്യുകയുള്ളൂ. അന്ന് അന്ത്യനാളിൽ പടച്ചവന്റെ അടുക്കല് ആരുടെയും ശഫാഅത്ത് വിലപ്പോവില്ല എന്ന് പറയുന്നുണ്ട്. അതെ, അവിടെ പറയാം. അതാണ് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ ശഫാഅത്ത് ഇല്ല എന്ന് പറഞ്ഞ തൊൽഖ് ബിൻ ഹബീബ് ഓതി കൊടുത്ത ഒരായത്ത്. ഈ ആയത്തിനെ ഒക്കെ ജാബിർ റളിയല്ലാഹു അൻഹു ഗണ്ണിച്ചിട്ട് പറഞ്ഞു അതൊക്കെ കാഫിരീങ്ങളെ കുറിച്ചാണ്.
മുസ്ലിമീങ്ങൾക്കും മൂമിനീങ്ങൾക്കും അത് ബാധകമല്ല. അള്ളാഹു ശഫായത്തിന് അധികാരം കൊടുക്കുന്ന നാളെ ആഖിറത്തിൽ ശഫായത്തുള്ളവരുടെ ശഫായത്ത് ഈ ആയത്ത് കൊണ്ട് നിഷേധിക്കാൻ പറ്റൂല എന്ന് ത്വൽക്കിന് ജാബിർ റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുത്തത് ഞാനിവിടെ പ്രസംഗത്തിൽ ഉദ്ധരിച്ചിരുന്നു. താങ്കൾ കേട്ടോ? എന്നാ പിന്നെ അത് മനസ്സിലായിക്കോളി. അപ്പൊ ശഫായത്തുണ്ട്. ശഫായത്ത് ഇല്ല എന്ന് പറഞ്ഞത് കാഫിറുകൾക്കാണ്. കാഫിറുകൾക്ക് ശഫാഅത്തില്ല എന്നും അവർക്ക് ശുപാർശക്കാരും അനുവാദം കൊടുക്കൂല എന്നുള്ള ആയത്തുകളെ മുസ്ലിമീങ്ങളുടെ മേലിൽ വെച്ച് കെട്ടുന്നത് തെറ്റാവുന്നു എന്ന് സ്വഹാബികൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് വഹാബിയത്തും ചെയ്യുന്നത്. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് ഈ ചോദ്യത്തിനൊക്കെ കാരണം. വേറൊരു ചോദ്യം, ഇത് മനസ്സിലായല്ലോ? ഇത് മനസ്സിലായില്ലേ? കംപ്ലീറ്റ് മനസ്സിലായില്ല. ആകാത്ത ഒന്നും കൂടി പറയും. ആകാത്ത ഇവിടുന്ന് എല്ലാവരും എത്തുന്നുള്ളൂ ഒന്ന് പറയും. ഒന്ന് പറഞ്ഞിട്ട് തീർത്തു പോകണം. ഇപ്പോഴും എനിക്ക് അത് ഏതൊക്കെ ആയത്തുകളാണെന്നുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹു ഗണ്ണിച്ചെന്ന് പറഞ്ഞല്ലോ. ഞാൻ പറഞ്ഞു ഏതൊക്കെ ആയത്തുകളാണെന്നുള്ളത് ഞാൻ ആയത്ത് പറഞ്ഞുതരാം. ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും മാ ഫിൽ അർളി ജമീഅൻ വമിസ്ലഹു മഅഹു ലിയഫ്തദൂ ബിഹി മിൻ അദാബി യൗമിൽ ഖിയാമത്തി മാ തുഖബ്ബല മിൻഹും വലഹും അദാബുൻ അലീം. ഒറ്റയ്ക്ക് ഞാൻ അർത്ഥം പറഞ്ഞുതരാം. ഏത് സൂറത്താണ്? സൂറത്തുൽ മാഇദ 36-ാമത്തെ ആയത്ത്. സൂറത്തുൽ മാഇദ 36-ാമത്തെ ആയത്ത്. അർത്ഥം വെച്ചേരണോ? അർത്ഥം പറഞ്ഞു. ഇന്നല്ലദീന കഫറു അവിശ്വാസികളായിട്ടുള്ള ആളുകൾ ലൗ അന്നലഹും അവർക്ക് കിട്ടിയിരുന്നെങ്കിൽ മാഫിൽ അർളി ജമീഅ ഭൂമിയിലുള്ളത് മുഴുവൻ വമിസ്ലഹു അതിന് തുല്യമായതും മാഹു ഭൂമിയിലുള്ളതിനോടൊപ്പം അതിന് തുല്യമായതും കൂടി കിട്ടിയിരുന്നെങ്കിൽ ലിയഫ്തദൂ ബിഹി അതുകൊണ്ടവർ ദണ്ഡം കൊടുത്ത് രക്ഷ നേടാൻ മിൻ അദാബി യൗമിൽ ഖിയാമ അന്ത്യനാളിലെ ശിക്ഷയെ തൊട്ട് രക്ഷ നേടാൻ വേണ്ടി ദണ്ഡം കൊടുക്കാൻ ഭൂമിയിലുള്ളത് ആസകലം കിട്ടിയിരുന്നാലും അതിന്റെ ഇരട്ടി കിട്ടിയാലും മാതുഖുബ്ബില മിൻഹും അവരിൽ നിന്നത് സ്വീകരിക്കപ്പെടൂല. വലഹും അദാബുൻ അലീം അവർക്ക് കടുത്ത ശിക്ഷയുണ്ട്. ഒരു ശഫാഅത്തും അവർക്ക് ഉപകരിക്കൂല. യുരീദൂന അൻ യഖ്റുജൂ മിനന്നാർ വമാ ഹും ബിഖാരിജീന മിൻഹാ അവർ നരകത്തിൽ നിന്ന് പുറപ്പെടണമെന്ന് വിചാരിക്കും, പക്ഷേ പുറപ്പെടൂല. വലഹും അദാബും മുഖീം അവർക്ക് നിത്യമായ അദാബുണ്ട്. ഈ ആയത്തോതിയിട്ട് വിശ്വാസികൾക്ക് ശഫാഅത്തില്ല എന്നുള്ളത് നിഷേധിച്ചപ്പോ ഒരു റിപ്പോർട്ടിലുള്ളത് ജാബിർ റളിയല്ലാഹു അൻഹു യസീദ് ഇബ്നു സുഹൈബിനിൽ ഫഖീർ എന്ന ആളോട് പറഞ്ഞു, മൂമിനീങ്ങളെ കുറിച്ച് പറയുന്നതല്ല, ഈ ആയത്തിന്റെ തലവാചകം ഓതു. കാല ഉത്തുലു അവ്വലല്ലായ ആയത്തിന്റെ തുടക്കം ഓതടോ എന്ന് പറഞ്ഞു. അപ്പൊ മൂപ്പര് ഇന്നല്ലദീന കഫറൂ ലൗ അന്ന ലഹും എന്നോതി. അപ്പൊ മൂപ്പര് പറഞ്ഞു അല്ലായ അല ഇന്നഹും അല്ലദീന കഫറൂ കാഫിരീങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. മുസ്ലിമീങ്ങൾക്ക് ഉപകരിക്കും, അവർക്ക് ശഫാഅത്തുണ്ട്, അവർ ശിക്ഷ കഴിഞ്ഞ് നരകത്തിൽ നിന്ന് ശഫാഅത്ത് പ്രകാരം പുറപ്പെടും. ഇത് വിശ്വസിക്കണം, ഇത് നബി പറഞ്ഞിരിക്കുന്നു, എന്റെ കാത് പൊട്ടട്ടെ നബി ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞ റിപ്പോർട്ട് ഇബ്നു കസീർ 2:52-51 പേജുകളിൽ വിവരിച്ചിട്ടുണ്ട്. ഇത് ആര് റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്? ഇത് ഇബ്നു മർദബൈഹി, ഇബ്നു അബി ഹാത്തം തുടങ്ങി ഒരുപാട് ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷഫായത്തിന്റെ ഹദീസ് ബുഖാരി മുസ്ലിം ഒക്കെ നിവേദനം ചെയ്തിട്ടുണ്ട് സുഹൃത്തെ. ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്, എല്ലാ ഹദീസിന്റെ കിതാബിലും ഷഫായത്തിന്റെ ഹദീസ് ഉണ്ട്. അപ്പൊ മൂമിനീങ്ങൾക്ക് ഷഫായത്തുണ്ട്, കാഫിറുകൾക്ക് ഷഫായത്തില്ല എന്നുള്ള ആയത്തൊക്കെ ഈ മുസ്ലിമീങ്ങൾക്കെതിരിൽ ഓതുന്നതാണ് വഹാബികൾ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഞാനിതിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, പഠിക്കാം. പിന്നെ വേറൊരു ചോദ്യം, ഇപ്പം പറഞ്ഞ മനസ്സിലായല്ലോ? മനസ്സിലായി. പിന്നെ വേറൊരു ചോദ്യം, അതായത് നേരത്തെ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഒരു ഉപചോദ്യമായിട്ട് ചോദിക്കുന്നു. അതായത് ഇമാം റാസിയുടെ ആ 4ാമത്തെ അഭിപ്രായം, അതായത് ഇമാം റാസി ഉദ്ധരിച്ചതാണ് ഏതോ അഭിപ്രായം. ആ അഭിപ്രായത്തിനനുസരിച്ച് ഇമാം റാസി അവരെ പറയുന്നുണ്ട് കാഫിരീങ്ങളാന്ന് പറയുന്നുണ്ട് അല്ലെ? അപ്പോ ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന, അതായത് ജാറങ്ങളിലും മക്ബറകളിലും പോയിട്ട് സുജൂദ് ചെയ്യുന്നത് ഈ കുഫ്രിയത്തിന്റെ സിമ്പൽ അല്ല. സുജൂദ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഫറാണ് എന്ന് നമ്മളെ കിതാബിലൊക്കെ ഉണ്ട്. ഖബറാളിക്ക് എന്ന് മാത്രമല്ല, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് സുജൂദ് ചെയ്താലും കുഫറാന്ന് നമ്മളെ കിതാബിലൊക്കെ ഉണ്ട്. അപ്പൊ കുഫർ ചെയ്യുന്ന ഒരാൾ മുസ്ലിം ആവുകയില്ലല്ലോ? മുസ്ലിം ആവില്ല, കുഫറാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഉസ്താദേ, നമ്മുടെ അജ്ഞരായ നമ്മുടെ ഒരുപാട് സമുദായ അംഗങ്ങള് ഈ കുഫ്രിയത്ത് ചെയ്യുന്നില്ലേ? പ്രവൃത്തി കൊണ്ട് കുഫർ വരും, ശിർക്ക് വരൂല. നിങ്ങൾ നല്ല മനസ്സിലാക്കിയാൽ മതി. ശിർക്ക് വിശ്വാസത്തിലേ വരുള്ളൂ, പ്രവൃത്തി കൊണ്ട് കുഫർ വരും. അപ്പൊ ഈ പ്രവൃത്തി കുഫറിന്റെ പ്രവൃത്തിയാണ് എന്നും അത് പാടില്ല എന്നും നമ്മളെ കിതാബിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ എല്ലാവരും പറഞ്ഞു കൊടുക്കും. അത് കണ്ടാൽ നിങ്ങളും പറഞ്ഞു കൊടുക്കണം. പക്ഷേ ഒരുപാട് ആളുകൾ ഇത് ചെയ്യുന്നില്ല. ഇന്ന് കുഫർ ചെയ്യണ്ടോ? നമ്മുടെ നാട്ടില് ഒരുപാട് ആളുകൾ അതല്ലാത്ത വിഗ്രഹാരാധന തന്നെ ചെയ്യണില്ലേ സുഹൃത്തെ? ഒരുപാട് ആളുകൾ. ഞാൻ പറഞ്ഞത് മുസ്ലിം സമുദായം. മുസ്ലിം ചെയ്താലും മുസ്ലിം അല്ല, കാഫറാണ്. അത് പറഞ്ഞു കൊടുക്കാൻ അറിവില്ലാതെ ചെയ്താണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു കൊടുക്കേണ്ട ബാധ്യത നമുക്കില്ല. അത് ബാധ്യത നിറവേറ്റുന്നുണ്ട് ബാധ്യത ഉള്ളവരൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടില് പണ്ഡിതന്മാര് ഈ കാര്യങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ടാണ് വെറുതെ പറയുന്നതാണ്. ഞങ്ങളൊക്കെ കിതാബിൽ പറയുന്നുണ്ട്, രിദ്ദത്തിന്റെ ബാബ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഫതുഹുൽ മുഅല്ലിം വരെ അതുണ്ട്.
അല്ല, കിതാബുകളിൽ പറയുന്നത് ഈ സാധാരണക്കാരോടും പറയലുണ്ട്. ഞങ്ങളെ സാധാരണക്കാരൊന്നും കബറിങ്ങ ചെന്നാൽ സുജൂദ് ചെയ്യലില്ലല്ലോ, അവിടെ പോയി ദ്വാരക്കേ ചെയ്യുള്ളൂ. സുജൂദ് ചെയ്യുന്ന കബറുകൾ ഉണ്ടല്ലോ ഉസ്താദേ. ഉള്ളിടത്തുണ്ടെങ്കിൽ അത് കണ്ടാ പറയാറുണ്ട് സുഹൃത്തെ, പറയണം. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ ആ മനസ്സിലായില്ല നിങ്ങൾ? ആ മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ കബറുകളിൽ നമ്മള് ഹൈന്ദവ ആചാരങ്ങൾ കൊണ്ടുവരുന്നതിനെ കുറിച്ച് ഉസ്താദിന്റെ അഭിപ്രായം? ഹൈന്ദവം ആചാരമായി നമ്മളാചാരമായി എന്നത് ഇസ്ലാം നിരോധിച്ചതാണെങ്കിൽ പാടില്ല. ഹൈന്ദവർ ചെയ്യുന്നുണ്ട് എന്ന് കരുതി ഹൈന്ദവ ആചാരമാവില്ല. ഹൈന്ദവർ ഉച്ചക്ക് ഊണ് കഴിക്കും, നമ്മളും ഉച്ചക്ക് ഊണ് കഴിക്കും. ഹൈന്ദവർ വെജിറ്റേറിയൻ ഊണ് കഴിക്കും, നമ്മളും വെജിറ്റേറിയൻ ഊണ് കഴിക്കും. ഇതൊന്നും കൊണ്ട് ആചാരമാവില്ല. നേരെ മറിച്ച് ഹൈന്ദവ ആചാരമായിട്ട് നമ്മളെ ഇസ്ലാമിക ശരീഅത്തിൽ വിവരിക്കപ്പെട്ട ആചാരങ്ങളാണെങ്കിൽ എതിർക്കും. നമ്മളെ നാടുകളിൽ നടക്കുന്ന ദിയാറത്തിലൊന്നും അത്തരം കാര്യങ്ങളൊന്നുമില്ല. ഇമാമിയങ്ങൾ അഭിപ്രായ വ്യത്യാസത്തിലെങ്കിലും ഇല്ലാത്ത ഒരു കാര്യവും നമ്മളെ നാട്ടിൽ വരാറില്ല. അല്ല, ഖബർ സിയാറത്തിനല്ല ഞാൻ എതിർക്കുന്നത്. ഖബർ സിയാറത്ത് അല്ലാത്തതിനെ നിങ്ങൾ എന്താ ആചാരം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് പല നമ്മളെ ഖബറുകളിൽ കൊടികുത്തും അതൊക്കെ നടക്കുന്നത്. കൊടി കുത്തുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലല്ലോ, അത് ഹൈന്ദവ ആചാരമല്ല. നമ്മൾ അതുപോലെ തന്നെ ചെണ്ടമേളങ്ങളും ആനയും. ചെണ്ട കുത്തുകയാണെന്ന് പറഞ്ഞാൽ ചിന്തിക്കും. ഓരോന്നോരോന്ന് കൂട്ടി പറയരുത്, നിങ്ങൾ ഓരോന്ന് വിശദീകരിച്ച് മനസ്സിലാക്കണം. ഓരോന്നിനും ഓരോ വിധിയാണ്. ചണ്ട കൊട്ടുകയാണെങ്കിൽ ദുടി എന്ന ചണ്ട ഹറാമാണ്, അല്ലാത്ത ചണ്ടക്കൊന്നും കുഴപ്പമില്ല അല്ല. ഷാഫി മദ്ഹബാണ് ഞാൻ വിവരിക്കുന്നത്. അപ്പൊ അതൊക്കെ കർമ്മപരമായ വിധികൾ 4 മദ്ഹബിലും വിവരിക്കപ്പെട്ടിട്ടുണ്ട്. ആ മദ്ഹബിൽ നിന്ന് ഏത് മദ്ഹബാ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ട് അതുപോലെയാണ് പണ്ഡിതന്മാരെ എതിർക്കുക. അപ്പൊ ഷാഫി മദ്ഹബുകാർ ഷാഫി മദ്ഹബിന് വിരുദ്ധമായത് ചെയ്യുമ്പോൾ ഷാഫികളോട് എതിർക്കും. ഉത്തരേന്ത്യയിൽ ചെന്നാൽ ഹനഫി മദ്ഹബുകാരാ കൂടുതൽ, അവരുടെ മദ്ഹബിൽ എതിർപ്പ് കണ്ട അത് എതിർക്കും. ഇങ്ങനെയാണ് ഉലമാക്കൾ കർമ്മപരമായ വിഷയത്തിൽ ചെയ്യാം. അപ്പൊ ആചാരം എന്നത് അവർ ചെയ്യുന്നത് കണ്ട് നമ്മൾ ആചാരാന്ന് വിചാരിക്കരുത്. അല്ല, ഞാൻ ഒരു കാര്യം ചോട്ടെ, നമ്മുടെ 4 മദ്ഹബ് ഇമാമിയങ്ങളുണ്ട്. ഇവരൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളുടെ അഭിപ്രായത്തിന് എതിരായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹീഹായ ഹദീസ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളുടെ അഭിപ്രായത്തെ ഉപേക്ഷിക്കണം. അത് നിങ്ങൾ തക്ലീദ് എന്ന് പറഞ്ഞ വിഷയത്തേക്കാണ് നിങ്ങൾ ചോദിക്കുന്നത്. അതിന്റെ വിശദമായ വിവരം കിട്ടാം. മദ്ഹബുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകം ഇവിടെ വിൽക്കാണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എടുത്തു തരാം. അത് വായിച്ചിട്ട് ചോദിക്കാം. മനസ്സിലായി? ഇൻഷാ അല്ലാഹ് എന്റെ പുസ്തകം തന്നെയാണ്. മദ്ഹബുകൾ എന്ന പുസ്തകം ചോദിച്ചിട്ട് ഇതേ ചോദ്യങ്ങളും എന്റെ മറുപടി അതിലുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഇവിടെ വിവരം IDF മെമ്പർമാരായിട്ട് കാണാം. തെന്നി പോകരുത് കരുതിയിട്ടാണ് കേട്ടോ. ശരി ശരി. അസ്സലാമു അലൈക്കും. ഇവിടെ സൂചിപ്പിച്ച ഫാത്തിർ, സൂറത്തുൽ ഫാത്തിറിലെ ഇൻ തദഊം എന്ന് തുടങ്ങുന്ന ആയത്തില് മൗലാന പറഞ്ഞു അതിന്റെ വിഗ്രഹങ്ങളെയാണ് കേൾക്കൂല അറിയില്ല എന്ന് പറഞ്ഞു. അതിന് വിശുദ്ധ ഖുർആന്റെ ഏതെങ്കിലും ആയത്ത് തെളിവുണ്ടെങ്കിൽ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. എന്തിന് വിഗ്രഹങ്ങളാണ് കേൾക്കൂല ഉത്തരം നൽകൂല എന്ന് അർത്ഥം പറഞ്ഞല്ലോ. എല്ലാവർക്കും അറിയല്ലോ വിഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അത് നിങ്ങൾ പറഞ്ഞപ്പോൾ തെളിവുണ്ട്, ആയത്ത് തെളിവുണ്ടെന്ന് ഇവിടെ പറഞ്ഞില്ലേ ഖുർആന്റെ? ആയത്ത് ഒരുപാട് ആയത്തുണ്ട്. ഇതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. വിഗ്രഹങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആ ആയത്ത് സൂറത്തുൽ ഫാത്തിറിലെ ആയത്തിന്റെ വിശദീകരണം റാസിയാണ് ഞാൻ വിശദീകരിച്ചത്. റാസിയിലുണ്ട്. ആ വിശദീകരണത്തില് അത് നിങ്ങൾ വിഗ്രഹങ്ങളാണ് എന്നുള്ളതിന് വേറെ ഖുർആനായത്ത് തെളിവുണ്ട് നിങ്ങളോട് പറഞ്ഞു. വിഗ്രഹങ്ങളാണ് എന്ന് ഒരുപാട് ആയത്തുകളുണ്ട്. അതിനെപ്പറ്റിയുള്ള ചോദ്യമാണ് ഈ പറയുന്നതൊക്കെ. നോക്കട്ടോളൂ. ഖുൽ അറഅയ്തും ശുറകാഅകുമുല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി. പറയൂ, അറഅയ്തും നിങ്ങളൊന്ന് പറയൂ, ശുറകാഅകും നിങ്ങളുടെ ബഹുദൈവങ്ങളായ വിഗ്രഹങ്ങൾ, അല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ നിങ്ങൾ ഇലാഹുകളെന്ന് വിളിക്കുന്ന വിഗ്രഹങ്ങൾ, അറൂനി മാദാ ഖലഖൂ മിനൽ അർള് അവർ ഭൂമിയിൽ നിന്ന് എന്ത് സൃഷ്ടിച്ചു എന്ന് പറഞ്ഞേരി. ഒരു ഖണ്ഡനം. ലാ യസ്മഉ ദുആഅക്കും അവർ നിങ്ങളുടെ വിളി കേൾക്കൂല. മറ്റൊരു ഖണ്ഡനം. അം ലഹും ശിർക്കും ഫിസ് സമാവാത്ത് അവർക്ക് ആകാശങ്ങളെ സൃഷ്ടിക്കുന്നതിൽ കൂറുണ്ടോ. മറ്റൊരു ഖണ്ഡനം. അം ആതൈനാഹും കിതാബൻ അതല്ല അവർക്ക് നമ്മൾ വല്ല വേദവും നൽകിയിട്ട് ആ വേദത്തിലുള്ളതാണോ പറഞ്ഞു തരുന്നത് ഇവർക്ക് ഇലാഹിയത്തുണ്ട് എന്നും ഇവർ ഇലാഹാണ് എന്നും എന്നൊക്കെ അള്ളാഹ് ചോദിക്കുന്നുണ്ട് നിരവധി ആയത്തുകളിൽ. ഇതൊക്കെ വിഗ്രഹങ്ങളെ കുറിച്ചാണ്. ഇപ്പൊ പറഞ്ഞ സുഹൃത്തിലായത്ത ഈ പറഞ്ഞത് ഫാത്തിർ 40. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി മിൻ ഇബാദ്. ഇബാദൊന്നുമില്ല ആയത്തില്. അല്ല സുഹൃത്തുൽ അഹ്റാഫിലെ ആയത്താ ഞാൻ പറഞ്ഞ. ഫിൽ ഇബാദ ഏതായാലും ആയത്തിലില്ല. ഇന്നല്ലദീന തദഊന മിൻ ദൂനില്ലാഹി മിൻ ഇബാദ്. മിൻ ഇബാദ തെറ്റുണ്ട്. ഞാൻ ഒരു പണ്ഡിതനൊന്നുമല്ല. അല്ല മനസ്സിലായി, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ അതിന്റെ ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹി ഇബാദുൻ അംസാലുക്കും. ഇന്നല്ലദീന യാതൊരു വിഗ്രഹങ്ങൾ തദ്ഉന മിൻ ദൂനില്ലാഹി അല്ലാഹുവിന് പുറമെ നിങ്ങൾ അവരെ ദൈവമാണെന്ന് വിളിക്കും. അങ്ങനത്തെ വിഗ്രഹങ്ങൾ ഇബാദുൻ അംസാലുക്കും നിങ്ങളെപ്പോലെ അള്ളാഹുവിന്റെ പ്രജകളാകുന്നു.
നിങ്ങൾ പറയുന്ന ഈ അർത്ഥം ഇത് ഏത് പരിഭാഷ എന്തെന്ന് പറയാം? എല്ലാ തഫ്സീറിലുണ്ട്. നിങ്ങൾ മലയാളം റാസി തഫ്സീറിലുണ്ട്. മലയാളത്തിൽ ഇറങ്ങി മലയാളത്തിലൊക്കെ ഖുർആൻ പരിഭാഷയാണ്. അതൊക്കെ വഹാബികളതുമാണ്. അതിലൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ കാര്യമില്ല. എന്നതിലോ കേരളത്തിൽ ഒരുപാട് പേര് മലയാളം പരിഭാഷ ഇറങ്ങിയിട്ടുണ്ട്. ഇറക്കിയത് കൊണ്ടല്ല നിങ്ങൾക്ക് മനസ്സിലാകാനാ പറയുന്നത്. ഇതൊക്കെ ഖുർആനിൽ റാസിന്റെ തഫ്സീറോ അല്ലെങ്കിൽ ഇബ്നു കസീറിന്റെ തഫ്സീറോ അല്ലെങ്കിൽ ജലാലൈനി തഫ്സീറോ തഫ്സീർ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അല്ല, ഇവിടെ ഞങ്ങൾ പറയണ ഇമ്പിച്ച് കോയതങ്ങൾ ഇറക്കിയ പരിഭാഷയുണ്ട്, മറ്റു പള്ളിയിൽ ഇറക്കിയ ആരിറക്കിയ പരിഭാഷയാണെങ്കിലും ആ പരിഭാഷയിലുള്ളതിന് ഇവിടെ ഉത്തരവാദിത്തമല്ല. പരിഭാഷകൾ ഓരോരുത്തരെ പരിഭാഷ നോക്കി ഉദ്ധരിക്കും. അല്ല, അവിടെ പറഞ്ഞ അടിമകളാണെന്നല്ലേ പറയണേ? അടിമകൾ എന്ന് പറയുന്നത് വിഗ്രഹങ്ങളെയും പറയാം. വിഗ്രഹങ്ങൾ അടിമകളാന്ന് പറയാം. അത് പറയാ. പിന്നെ എന്താ, പിന്നെ അടിമല്ലാതെ പിന്നെന്താ? അവര് അള്ളാന്റെ അടിമയല്ലേ? കല്ലും മണ്ണൊക്കെ അള്ളാന്റെ അടിമയല്ലേ? പിന്നെന്താ നിങ്ങളെന്ന് പറയുന്നത്? പിന്നെന്താ യജമാനാ? അപ്പൊ ഒരു സംശയം ചോദിക്കുവാണ്. അപ്പൊ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന ഖുർആൻ പരിഭാഷകൾ അത് നമ്മൾ കണ്ടിട്ടില്ല. നമ്മൾ ഖുർആൻ പരിഭാഷ ഒഴിഞ്ഞു മാറരുത്. ഞങ്ങൾ ഒഴിഞ്ഞു മാറാൻ തന്നെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത്. പഠിക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് പഠിക്കാനല്ലേ സുഹൃത്തെ പറഞ്ഞു തരുന്നത്. ഖുർആൻ പരിഭാഷയുടെ ഒരു പരിഭാഷയുടെയും വക്താവല്ല ഞാൻ. അപ്പൊ എന്നോട് ചോദിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ പരിഭാഷ ചോദിച്ചിട്ട് കാര്യമല്ല. ഖുർആൻ പരിഭാഷ എന്ന് പറയുന്നത് നേരിട്ട് അതിന്റെ അർത്ഥം പഠിച്ചാൽ, ഈ കിതാബുകളൊക്കെ അവഗണിച്ചിട്ട് അർത്ഥം പഠിച്ചാൽ പിഴച്ചു പോകും നിങ്ങളെപ്പോലുള്ളവർ എന്ന് വിശ്വസിക്കുന്ന ആളാ ഞാന്. അങ്ങനത്തെ എന്നോട് ചോദിക്കുമ്പോൾ ഞാനതാ പറയാ. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ ഉസ്താദിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. അങ്ങനെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ഈ ഖുർആൻ പരിഭാഷ പഠിക്കും, വായിക്കും, മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. അവർക്കൊക്കെ പണ്ഡിതന്മാർ വിവരിച്ചു കൊടുക്കുന്ന വിവരണ സഹിതമാണ് അവർ പഠിക്കുന്നത്. അപ്പൊ അവര് വിവരിക്കുന്ന പണ്ഡിതന്മാർ പറഞ്ഞ ജനങ്ങൾ കേൾക്കണ്ടേ? എന്താ നിങ്ങൾ പറയുന്നത്? ഇപ്പൊ ഉസ്താദ് പറഞ്ഞ ഒരർത്ഥം പറയുകയാണ് ഞങ്ങൾ കേൾക്കണം. ഇപ്പൊ വേറെ ആരെങ്കിലും പറഞ്ഞാൽ അത് കേൾക്കണം. ഇത് പേര് നിങ്ങൾ ശരിയാന്ന് നോക്കും. അതിന് ഞാനെന്താ പറയാ സർ? അതിന് ഞാനെന്താ പറയാ? അല്ല, ഒരു മുജാഹിദ് ഞാൻ പറഞ്ഞു വരുന്നത് മുജാഹിദാണെങ്കിലും സുന്നിയാണെങ്കിലും ഖുർആന്റെ നേരെ പരിഭാഷ നോക്കിയിട്ട് വായിച്ചാൽ ഖുർആൻ മനസ്സിലാവൂല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതുകൊണ്ട് പരിഭാഷയെ കുറിച്ച് എന്നോട് ചോദിച്ചാൽ കിട്ടൂല. പരിഭാഷയല്ലാതെ ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാതാക്കളും ഇമാമികളും തഫ്സീർ ഗ്രന്ഥങ്ങളും പറഞ്ഞത് ഞാൻ എത്രയും വായിച്ചു തരാം. ആ വ്യാഖ്യാനങ്ങൾ കൊടുത്ത വല്ല ഖുർആൻ പരിഭാഷ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിക്കൊള്ളി. ഞാൻ കണ്ടിട്ടില്ല. ഞാനത് പരിഭാഷ നോക്കി നടക്കുന്ന ആളല്ല. അതുകൊണ്ട് അറിയില്ല എന്നാ പറയുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ഞങ്ങളെ കുറ്റപ്പെടുത്താനോ ഇതാക്കാനോ പറയുന്നതല്ല, നിങ്ങളെ ഇരുത്താൻ പറയുന്നതല്ല. ഞാൻ അത്തരം പരിഭാഷകൾ വായിക്കാറില്ല. ആ പരിഭാഷാ സംരംഭത്തെ തന്നെ എതിർക്കുന്ന ആളാണ് ഞാൻ, വ്യക്തിപരമായാണ്. അതൊരു പുതിയ അറിവ് എനിക്ക്. അതെന്നാ മനസ്സിലാക്കി. ഞാനല്ല. എത്ര കാലമായി ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ട് നിങ്ങൾക്കറിയോ? അപ്പൊ സാധാരണക്കാർ ഖുർആന്റെ അർത്ഥം അറിയണമെന്നുണ്ടെങ്കിൽ സാധാരണക്കാർ ഖുർആന്റെ അർത്ഥം നബിതങ്ങളുടെ കാലം തൊട്ട് ഇന്ന് വരെയും മനസ്സിലാക്കി വരുന്നുണ്ട്. മലയാളത്തിൽ ഖുർആന്റെ പരിഭാഷ ഇറക്കാൻ തുടങ്ങിയിട്ട് 100 കൊല്ലത്തിന്റെ ഇപ്പറയായിട്ടുള്ളൂ. 100 കൊല്ലത്തിന്റെ അപ്പുറത്ത് ഖുർആന്റെ പരിഭാഷ മലയാളത്തിലില്ല. ഇംഗ്ലീഷിൽ തന്നെ ഖുർആൻ പരിഭാഷ ആദ്യം പുറത്തിറക്കിയത് ക്രിസ്ത്യാനികളാണ്. ക്രിസ്ത്യാനികൾ ഖുർആനെ പഠിപ്പിക്കാനാണോ അതോ തെറ്റിദ്ധരിപ്പിക്കാനാണോ പരിഭാഷ ഇറക്കുക? മുസ്ലിമീങ്ങൾ ആരും ഇറക്കിയിട്ടില്ല. ലോകത്താകെ ഖുർആൻ പരിഭാഷ ഇറങ്ങുന്നത് 1000ങ്ങളുടെ ഇപ്പുറത്തോ 700കളുടെ ഇപ്പുറത്തോ ആണ്. അതിന്റെ മുമ്പൊന്നും ഖുർആൻ പരിഭാഷ ഇല്ല. ആദ്യകാലത്ത് ക്രിസ്ത്യാനികൾ, പിന്നെ കാലത്ത് ഖാദിയാനികൾ, അതിന്റെ ശേഷം വഹാബികൾ. ഇവരാണ് ഖുർആൻ പരിഭാഷ ഇറക്കിയത്. എങ്ങനെ ഇറക്കിയതും 100 കൊല്ലത്തിന്റെ ഇപ്പുറേ മലയാളത്തിൽ ഖുർആൻ പരിഭാഷ ഇറങ്ങിയിട്ടായിട്ടുള്ളൂ. 1906 കണ്ണൂരിലെ മായൻകുട്ടി ഇളയ എന്ന് പറയുന്ന ഒരു പണ്ഡിതൻ അന്നൊരു ലേശം ഖുർആന്റെ പരിഭാഷ ഒരു ജുസ് മാത്രം പുറത്തിറക്കി. അന്ന് പണ്ഡിതന്മാർ മുഴുവൻ എതിർത്തിട്ട് അദ്ദേഹത്തിന്റെ അച്ചടിച്ച കോപ്പികൾ മുഴുവൻ കടലിൽ മുക്കിത്താഴ്ത്തുകയായിരുന്നു ചെയ്തത്. കടലിൽ മുക്കിത്താഴ്ത്തിയ അന്നത്തെ വിലമാക്കളൊക്കെ എതിർത്ത് 1900 അതിന്റെ മുമ്പ് ഇവിടെ കേരളത്തിൽ ഒരൊറ്റ പരിഭാഷ ഇറങ്ങിയിട്ടില്ല. ഖുർആൻ അതിന്റെ മുമ്പുള്ളവർ മനസ്സിലാക്കിയിട്ടില്ലേ? വ്യാഖ്യാനങ്ങൾ പഠിച്ചിട്ടില്ലേ? വയലുകളിൽ പറയുന്നതും വിശദീകരിച്ചു കൊടുക്കുന്നതൊക്കെ ഖുർആന്റെ വ്യാഖ്യാനങ്ങളാണ്. അത്തരം വ്യാഖ്യാനങ്ങളിലൂടെ മനസ്സിലാക്കാം. പരിഭാഷ വായിച്ചാൽ ഇങ്ങനെയൊക്കെ അബദ്ധത്തിൽ വരും. നിങ്ങൾക്ക് മനസ്സിലായ ചരിത്രം? ഇവിടുത്തെ പരിഭാഷ ഖുർആൻ പരിഭാഷ പാടില്ല എന്നുള്ള അറിവ് എനിക്കറിയില്ല. അങ്ങനെ ഒരു പാട് നമ്മളെ കിതാബുകളിലൊക്കെ വിവരിക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. രണ്ടാമത്തെ ഇസ്ലാമിലെ ഒരു പാപങ്ങൾ ഏറ്റവും വലിയ പാപം അള്ളാഹ് പറഞ്ഞേക്കണ അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്നാണ്. ഇതെന്താണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒന്ന് വിശദീകരിക്കാം. അത് പറഞ്ഞവർ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്ന് പറഞ്ഞാൽ ഷിർക്ക് എന്നാണ് അതിന് പദം പറയാം. ഷിർക്ക് എന്നത് തൗഹീദിന്റെ മാറ്റത്തിലുള്ള ഒരു വിശ്വാസമാണ്. തൗഹീദ് നിങ്ങൾ കേട്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്ന വിശ്വാസമാണ് തൗഹീദ്. അതിന്റെ നേർവിപരീതം അള്ളാഹുവിന് പുറമെ വേറെയും ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് ഷിർക്ക്. ഇത് 2 നിലയ്ക്ക് വിശ്വസിക്കാം. അള്ളാഹുവിന് പുറമെ വേറെയുള്ള ദൈവങ്ങൾ സ്വയം കഴിവുള്ളതായ അള്ളാഹുവിനെ പോലെ തന്നെ സ്വയം ഉണ്ടായിത്തീർന്ന മറ്റൊരു ശക്തിയാണ്, ബദൽ ശക്തികളാണ് എന്ന് വിശ്വസിക്കാം. അങ്ങനെ കൃത്യമായി വിശ്വസിച്ചവർ ലോക ചരിത്രത്തിൽ ആരുമില്ല. എന്നാലും സനവിയത്ത് എന്ന ഒരു കൂട്ടര് ഉണ്ട്. അവർ ഗുണം തരുന്ന പടച്ചവൻ
കേടുതരുന്ന പടച്ചവൻ എന്ന് 2 പടച്ചവന്മാരിൽ വിശ്വസിച്ചിരുന്നു അത്രേ. അവരല്ലാതെ ഇതിന് സമാനരായ ബഹുദൈവ വിശ്വാസികൾ ആരുമില്ല. ശേഷം വന്ന എല്ലാ ബഹുദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസം ശിർക്ക് എന്നത് അവർക്ക് വന്നത് ഇബാദത്തിന് അർഹനായിട്ട് അല്ലാഹുവല്ലാതെ വേറെയും ശക്തികളോ കല്ലുകളോ മണ്ണുകളോ വ്യക്തികളോ ഉണ്ട് എന്നുള്ള വിശ്വാസം കൊണ്ടാണ്. ആ ശിർക്ക് അല്ലാഹുവല്ലാതെ വേറെയും ഇലാഹുണ്ട് എന്ന് വിശ്വസിക്കുക, ഇതാണ് ശിർക്ക്. ഇലാഹ് എന്ന് പറഞ്ഞാൽ ആരാധനക്ക് അർഹൻ. അപ്പൊ ആരാധനക്കുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇസ്തിഹ്ഖാഖുൽ ഇബാദത്ത് എന്ന് അതിന് പറയാം. ആരാധനക്കുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. അല്ല വേറെയും ദൈവങ്ങൾക്കുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ശിർക്ക്. അള്ളാഹു മാത്രമാണ് പടച്ചവൻ, അല്ല വേറെയും പടച്ചവൻ ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ശിർക്ക്. ഇത് 2 തരമല്ലാതെ ശിർക്ക് വരില്ല. മനസ്സിലായോ? അള്ളാഹു രണ്ടുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുള്ളൂ. അല്ല. അപ്പൊ നിങ്ങളിപ്പോ കേട്ടെങ്കിൽ അള്ളാഹുവിന്റെ പുറമെ വേറെ അള്ളാഹു ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ഒരു ശിർക്ക്. അള്ളാഹുവാണ് വലിയ ഇലാഹ്, വേറെ അള്ളാഹു താലാന്റെ ഒപ്പം കുട്ടി ഇലാഹുകൾ ഉണ്ട് എന്ന് വിശ്വസിച്ചാലും ശിർക്കാവും. കാരണം ഇലാഹ് ഉണ്ട് എന്ന് വിശ്വസിച്ചില്ലേ? ആരാധനക്ക് അർഹത അള്ളാഹുവല്ലാത്ത ഏതെങ്കിലും ശക്തിക്കോ ഏതെങ്കിലും വ്യക്തിക്കോ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവും. അത് ശിർക്കിന്റെ മറ്റൊരിനാണ്. ഒരിനം അള്ളാഹിനെ പോലെ തുല്യ പടച്ചവനുണ്ട് എന്ന് വിശ്വസിക്കുക. മറ്റൊരിനം അള്ളാഹുവിന്റെ കീഴെയോ അള്ളാഹുവിന്റെ പുറമെയോ വേറെ ഏതെങ്കിലും ആരാധനക്കർഹമായിട്ട് ഒരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിക്കുക. ഈ രണ്ടാലൊന്നുകൊണ്ടേ ശിർക്ക് വരൂ. ആരാധനക്കറിയാൻ അള്ളാഹു അല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചാൽ ശിർക്കാവല്ലോ. ആവും. അപ്പൊ പ്രവാചകൻ പറഞ്ഞു അദ്ദുആഹു വൽ ഇബാദ, പ്രാർത്ഥന അത് തന്നെയാണ് ആരാധന. ആരാധന എന്നല്ല, ആരാധനക്ക് അർഹൻ അല്ലാഹുവല്ലാതെ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് വിശ്വസിക്കുക. നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ആരാധനക്ക് അർഹത അല്ലാഹുവല്ലാതെ മറ്റാർക്കെങ്കിലും ഉണ്ടെന്ന് വിശ്വസിക്കുക. അദ്ദുആഉ ഹിവൽ ഇബാദ എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വായിച്ച ഹദീസാണ്. ആ ഹദീസിന്റെ അർത്ഥം അദ്ദുആഉ പ്രാർത്ഥന, ഹുവ ആ പ്രാർത്ഥന തന്നെയാണ്, അൽ ഇബാദത്തു നിങ്ങൾ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും. നിങ്ങൾ ചെയ്യുന്ന ഇബാദത്തുകളെല്ലാം അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ഇബാദത്ത് ചെയ്തിട്ട് പ്രാർത്ഥിക്കാൻ അവസരം കിട്ടിയില്ലല്ലോ എന്ന് ആരും വിചാരിക്കണ്ട. ഈ ഇബാദത്തുകൾ തന്നെ പ്രാർത്ഥനയാകുന്നു. അത് നബി ഒന്നും കൂടി വിശദീകരിച്ചു. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന ഞെണുവാകുന്നു, മജ്ജയാകുന്നു ഇബാദത്ത്. അപ്പൊ ഇബാദത്ത് ചെയ്യുമ്പോൾ അതിന്റെ ഉള്ളിൽ ഒളിഞ്ഞു കിടക്കുന്ന മജ്ജയാകുന്നു ദുആ. എന്നല്ലാതെ ദുആ ഇബാദത്താണ് എന്നല്ല ആ ഹദീസിൽ പറഞ്ഞത്. ഇനി ദുആ ഇബാദത്താണ് എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട്. ദുആ മാത്രമല്ല, കല്ല് വഴിയിൽ നിന്ന് എടുത്തിട്ടില്ല ഇബാദത്താണ് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഉണ്ടോ? നിങ്ങൾ പറയാലോ. ഉണ്ട്. നൃത്തം ഇബാദത്താണ് നിസ്കാരത്തിൽ, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇരുത്തം ഇബാദത്താണ്, നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഒരു പട്ടാളക്കാരൻ അയാളുടെ ജനറലിന്റെ മുമ്പിൽ നിന്നു. ഒരു പിതാവിനെ കണ്ടപ്പോൾ മകൻ നിന്നു, ആദരപൂർവ്വം നിന്നു. ഇത് ഇബാദത്ത് ആ പിതാവിന് ചെയ്യാണ് എന്ന് പറയുമോ? മുള്ള് വഴിയിൽ നിന്ന് എടുത്തിട്ടപ്പോ അള്ളാഹുവിനാണ് എന്ന് വിചാരിച്ചാൽ അത് ഇബാദത്ത്. നേരെ മറിച്ച് എന്റെ യജമാനൻ ഇതിൽ വരുമ്പോൾ ഈ മുള്ള് കണ്ടാൽ എന്നെ ഉദ്യോഗത്തിൽ നിന്ന് പുറത്താക്കും, അതുകൊണ്ട് യജമാനനെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഈ മുള്ള് എടുത്തിരുന്നു എന്ന് വിചാരിച്ചിട്ട് എടുത്തിട്ടാൽ ഈ യജമാനുള്ള ഇബാദത്താവോ? ഇല്ല. അപ്പൊ ഇതുപോലെയാണ് ഇബാദത്തിന്റെ കർമ്മം മറ്റൊരാൾക്ക് ചെയ്യുന്നതല്ല ഇലാഹ് എന്ന് പറയുന്നത്. ഇബാദത്തിനുള്ള അർഹത മറ്റാർക്കെങ്കിലും ഉണ്ട് എന്ന് ആരോപിക്കുന്നതാണ് ശിർക്ക്. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഞാൻ പറഞ്ഞ നിങ്ങൾ പറയുന്നത് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് നിങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയൊന്ന് പറഞ്ഞു തരട്ടെ. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നതിന്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നത് ഇബാദത്തുകളൊക്കെ ദുആയാകുന്നു എന്നാണ് നബി പറഞ്ഞത്. ദുആ ഇബാദത്താണ് എന്നല്ല. ഇനി നിങ്ങൾ പറഞ്ഞതുപോലെ ദുആ ഇബാദത്താണ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥമെങ്കിൽ തന്നെ നൃത്തം ഇബാദത്താണ്, മുള്ളുടെ ഇബാദത്താണ്, ഇരുത്തം ഇബാദത്താണ് എന്നിങ്ങനെ കുറെ ഇബാദത്തുകൾ വന്നതുകൊണ്ട് ഇബാദത്തായി എണ്ണപ്പെടുന്ന പ്രവർത്തനം വേറൊരാളുടെയും മുമ്പിൽ ചെയ്തൂടാ എന്ന് വരൂല. അത് ഇസ്ലാം നിരോധിച്ചത് മാത്രമേ ചെയ്യാൻ പറ്റാത്തതുള്ളൂ. റുക്കൂഅ് പാടില്ല, സുജൂദ് പാടില്ല, അത് ഇസ്ലാം നിരോധിച്ചിട്ടുണ്ട് സൃഷ്ടികൾക്ക് മുമ്പിൽ. വേറെ ഞാനീ പറഞ്ഞ നൃത്തം പാടില്ലാത്തതല്ല, ഇരുത്തം പാടില്ലാത്തതല്ല. ഇപ്പൊ ഇബാദത്താണ് ഒരു കർമ്മം എന്ന് വന്നതുകൊണ്ട് അത് മറ്റൊരാളുടെ മുമ്പിൽ ചെയ്താൽ ശിർക്കാവൂല. ഇബാദത്തിന് അർഹനാണ് അല്ലാഹുവല്ലാത്ത മറ്റാരെങ്കിലും എന്ന് വിശ്വസിച്ചാലാണ് എന്ത് വരിക? ശിർക്ക് വരിക. തൗഹീദും ശിർക്കും വിശ്വാസത്തിലുള്ളതാണ്, കർമ്മത്തിലുള്ളതല്ല. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? ഒരു സഹോദരൻ ഇതിനിപ്പോ നിങ്ങൾക്ക് തീർന്നോ ഈ സംശയം? ഇത് തീർന്നോ? അദ്ദുആഉ വൽ ഇബാദത്തിന്റെ തർക്കം തീർന്നോ? വേറെ സംശയം. ഇപ്പൊ ഞാൻ ഒരു വണ്ടി ആക്സിഡന്റിലേക്ക് പെടുവാണ്. ഞാൻ ഒരു വണ്ടി ആക്സിഡന്റ് പെടുവാന്ന് വെച്ചോ. ഞാൻ അപ്പൊ ബദരീങ്ങളെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ ആ വ്യക്തിയുടെ അല്ലെങ്കിൽ എന്റെ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ബദരീങ്ങളെ രക്ഷിക്കും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണെങ്കിൽ അത് ശിർക്കാവൂ? ഇല്ല. ശിർക്കാവൂല? ഇല്ല.
ബദരീങ്ങൾ സ്വയം രക്ഷിക്കാൻ കഴിവുള്ള ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചാലേ ശിർക്കാവുള്ളൂ. നിങ്ങളിപ്പോ പഠിച്ചല്ലോ ഷിർക്ക് എന്നാൽ ഒന്നുകിൽ അള്ളാഹുവിന് തുല്യമായി മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിന് ആരാധനക്ക് അർഹതയുള്ളതുപോലെ മറ്റാർക്കെങ്കിലും ആരാധനക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുക. അതിങ്ങനെ ബദരീങ്ങളെ എന്ന് വിളിച്ച ആൾക്കില്ലല്ലോ, ഉണ്ടോ? ബദരീങ്ങൾ സഹായിക്കുമെന്നുള്ളതിൽ വിളിച്ചാൽ അത് ശിർക്കാവൂല. നിങ്ങളെ വേറൊരാൾ സഹായിക്കുന്നിടത്ത് വിളിച്ചാൽ ശിർക്കാവോ? ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ടാണില്ലേ? നേരിട്ടാണെങ്കിൽ അള്ളാന്റെ സഹായോ അയാളെ സഹായോ? അള്ളാഹ് നേരിട്ടാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന അടുത്തുള്ള ആളുടെ സഹായമോ അതല്ല അള്ളാന്റെ സഹായോ? ഇപ്പൊ ഏത് മതസ്ഥരെ വിളിച്ച് ചോദിച്ചാലും പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും ഡെഫിനിഷൻ പറയാൻ പറ്റും, എല്ലാവർക്കും നിങ്ങൾ അറിയാം. ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി തരൂ സുഹൃത്തെ. നിങ്ങളോട് ഞാൻ എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സഹായം തേടി, നിങ്ങൾ എന്നെ സഹായിച്ചു. നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം? അല്ലേ? നിങ്ങൾ ഒന്ന് പറയ്, ആണോ അതോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നാ? ഒന്നിനും മനസ്സിലായില്ല. നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്തു, ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിച്ചു. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ വിശ്വാസം? ഇപ്പൊ നമ്മൾ പരസ്പരം സഹായിക്കുന്ന കാര്യമല്ലോ പറഞ്ഞത്. ആവട്ടെ, പരസ്പരം സഹായിക്കുന്നത് ആരുടെ സൃഷ്ടിയാണ് എന്നാ വിശ്വാസം? ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേറൊരു കാര്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, നിങ്ങളെ ഈ ധാരണ തിരുത്താൻ വേണ്ടിയിട്ടാണ് സുഹൃത്തെ. ഞാൻ മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ഉമ്മ സഹായിക്കുന്നത്, വാപ്പ സഹായിക്കുന്നത്, സഹോദരൻ സഹായിക്കുന്നത്, ഈ സഹായങ്ങളൊക്കെയും സ്രഷ്ടാവ് അള്ളാഹുവാണ്. പക്ഷേ സ്രഷ്ടാവ് നൽകുന്ന കഴിവുകൊണ്ട്, സ്രഷ്ടാവ് നൽകുന്ന അനുമതി കൊണ്ട് ഇയാൾ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇത് ബദരീങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അവരിവിടെ സവിധത്തിലും സന്നിധാനത്തിലും ഇല്ല, മറഞ്ഞു നിൽക്കുകയാണെന്നേ ഉള്ളൂ. മറഞ്ഞു നിൽക്കുന്നവരോടാവുമ്പോൾ സഹായം തേടുന്നത് ശിർക്ക്, തെളിഞ്ഞു നിൽക്കുന്നവരോടാകുമ്പോൾ ശിർക്കില്ല എന്ന ഒരു വിഭജനം ഇസ്ലാമികമായി എവിടെയും പ്രമാണമില്ലാത്തതാണ്, ഒരു തെളിവിലുമില്ല. ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ? ബോധ്യപ്പെട്ടിട്ടില്ല, അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എന്തുകൊണ്ട്? ഞാൻ മനസ്സിലാക്കിയതിന് നേരെ ഓപ്പോസിറ്റ് ആണ് നിങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പക്ഷേ ഞാൻ പ്രമാണങ്ങൾ കൊണ്ടാ പറയുന്നത്. പ്രമാണങ്ങൾ കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയേക്കണേ. എന്നിട്ട് നിങ്ങൾ പറയുന്നാല് ഇപ്പൊ ഇവിടെ നമ്മൾ തമ്മിൽ ഞാൻ ശരിക്കും പണ്ഡിതനൊന്നുമല്ലല്ലോ. എന്നാൽ പിന്നെ എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് അറിയാവുന്ന വല്ല പണ്ഡിതന്മാരെയും കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ മുൻപിൽ നിന്ന് അവരും ഞങ്ങളും തമ്മിൽ സംസാരിച്ചിട്ട് നിങ്ങളുടെ സംശയം തീർക്കാൻ വല്ല വഴിയും ഉണ്ടാക്കാൻ നോക്കാം. അത് നോക്കാം. വേറൊരു ചോദ്യം. അതും നോക്കിക്കോളൂല്ലേ? ഇതിപ്പോ നിങ്ങൾക്ക് മനസ്സിലാവൂല എന്ന് വെച്ചു അല്ലേ? വേറൊരു ചോദ്യം. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് വെച്ചു. ഞങ്ങളെ ഇതുകൊണ്ടല്ല ഈ രീതി. ഇവിടെ സംശയം ചോദിക്കുന്നത് തീർന്നിട്ട് മറ്റൊരു ചോദ്യത്തിൽ കടക്കലാണ് ഈ നേർക്കുനേര പരിപാടിയുടെ രീതി. ഈ രീതി വരെ പോകാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോ പറയുന്നത്. നിങ്ങൾ കൂടി സഹകരിക്കണം, എന്നാലേ നടക്കുള്ളൂ. ഭാഷ കൊണ്ട് പറഞ്ഞിരുന്നാൽ പറ്റില്ല. ഭാഷയല്ല, നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യത്തിൽ എനിക്ക് യോജിക്കാൻ പറ്റൂല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് പഠിക്കാം, കൂടുതൽ പിന്നെ പഠിച്ചോളി, അങ്ങനെ മനസ്സിലാക്കാം. വേറൊരു ചോദ്യം. മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഇപ്പൊ കേരളത്തിൽ നിലവിലുള്ള മുഹിദ്ദീൻ മാല, അത് പാടിയാൽ പുണ്യം കിട്ടുന്ന കാര്യമാണോ? മുഹയ്യദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയോ? അത് എന്തോ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞ കാര്യത്തിന് പിന്നെ എന്തോ അറിയാതെ പിന്നെന്ത് ചോദിക്കാനാ നിങ്ങൾ? എന്തോ അറിയാതെ ചോദിക്കാൻ പറ്റുമോ? മുഹിദ്ദീൻ മാല എന്ന് പറഞ്ഞാൽ എന്താണ്? അതെന്താണ് മുഹയ്യദ്ദീൻ മാലന്റെ ഉള്ളടക്കം നിങ്ങൾക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നാ ചോദിക്കണം. നിങ്ങൾ അതും പറഞ്ഞിട്ട് അവസാനം പറയും എനിക്ക് അംഗീകരിക്കാൻ. മുഹിദ്ദീൻ മാല പാടിയ പുണ്യം ഉണ്ടോ ഇല്ലയോ? മുഹയ്യദ്ദീൻ മാല എന്താണെന്ന് അറിയാതെ ആ ചോദ്യം അസ്ഥാനത്താണ്. മുഹയ്യദ്ദീൻ മാല എന്താണെന്ന് അറിഞ്ഞിട്ട് ആ ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. അതുകൊണ്ട് തിരിച്ചു തരണം. എന്താ മുഹയ്യദ്ദീൻ മാല? നിങ്ങളത് തിരിച്ചു തരാതെ എങ്ങനെ ചോദ്യം മനസ്സിലാക്കുക സഹോദര? മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ആ മദ്ഹ് പറയണത്. അതെ, മുഹീദ്ദീൻ ഷെയ്ഖിന്റെ മദ്ഹ് പറഞ്ഞാൽ പുണ്യം കിട്ടും. കിട്ടും. അപ്പൊ അതിനകത്തൊരു അത് മനസ്സിലായ നിങ്ങൾക്ക്? അത് നിങ്ങൾ ചോദിക്കുന്നത് അറിയാൻ വേണ്ടിയല്ലേ? മുഹീദ്ദീൻ ഷെയ്ഖ് സ്വാലിഹായ ഒരു വലിയാണ്. സ്വാലിഹായ ഒരു വലിയന്റെ മദ്ഹ് പറഞ്ഞാൽ പുണ്യം കിട്ടും. മറുചോദ്യം. ഇനി മറുചോദ്യം പറയും. 300 വർഷങ്ങൾക്ക് ശേഷം പ്രവാചകൻ പറഞ്ഞ 3 നൂറ്റാണ്ട്, ഉത്തമ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നൂറ്റാണ്ട് കഴിഞ്ഞ് ഹിജ്റ 428 ജനിച്ച 420 ജനിച്ച മുഹീദ്ദീൻ ഷെയ്ഖിനെ വിശ്വസിക്കൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ച് ഒരു ബാധ്യതയുള്ള കാര്യമല്ല. പിന്നെ അദ്ദേഹത്തിന്റെ മദ്ഹ് പാടിയ പുണ്യം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസ്ലാമികമായിട്ട് അതിന് തെളിവെന്തെങ്കിലും ഉദ്ധരിക്കാനുണ്ടോ? നിങ്ങൾക്ക് എന്ത് തെളിവ് പറഞ്ഞാലാ ബോധ്യപ്പെടുക? തെളിവ് നിങ്ങൾ ആധികാരികമായിട്ട് പറയണം. എനിക്ക് അല്ല, ഏത് തെളിവ് പറഞ്ഞാലാ നിങ്ങൾക്ക് ബോധ്യപ്പെടുക? നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ അവസാനം പറയുന്നത് ഞാൻ പഠിക്കട്ടെ, ബോധ്യപ്പെടട്ടെ എന്നാണ്. നിങ്ങൾക്ക് ഏത് തെളിവാ പറഞ്ഞു തരേണ്ടത്? വെറുതെ ഞാൻ പറഞ്ഞിട്ട് പോയിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് മനസ്സിലായ കാര്യം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അതേ സുഹൃത്തെ, നിങ്ങൾ വാശിയിൽ പറഞ്ഞിട്ട് ഫലല്ല. നിങ്ങൾ ഈ പറയുന്നത് വാശിയിലല്ല, നമ്മളിങ്ങനെ ചോദ്യം ചോദിച്ചാൽ പരിചയമൊന്നുമില്ല. അല്ല, ചോദ്യം ചോദിക്കാനെ പരിചയപ്പെടുത്തുകയാണ്. ഇപ്പോ ചോദ്യം ചോദിക്കുമ്പോ മഹാത്മാക്കളുടെ പുണ്യം പറയല് പുണ്യമുള്ളതാണ് എന്നതിന് എന്ത് തെളിവാൻ നിങ്ങൾക്ക് തരേണ്ടത് എന്നുള്ളത് നിങ്ങൾ എന്താ പ്രതീക്ഷിക്കുന്നത്? എന്താണ്, എങ്ങനെയാണ് തെളിവെന്ന് ഉദ്ദേശിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. എന്നാ ഞാൻ പറഞ്ഞുതരാം. എന്നാ ഒന്ന് കേൾക്കുന്ന നിനക്ക് നിങ്ങൾ ചോദ്യം മനസ്സിലാക്കുന്ന ആളല്ലേ? ഇത്തരം കർമ്മങ്ങളുടെ പുണ്യമുള്ളതാണോ പുണ്യമുള്ളതല്ലേ എന്ന് ചർച്ച ചെയ്യുന്നത് കർമ്മശാസ്ത്രം എന്ന് പറയുന്ന കിതാബുകളാണ്.
കർമ്മശാസ്ത്ര കിതാബുകളിൽ സ്വാലിഹീങ്ങളായ സദ്വൃത്തരായ ആളുകളെ പ്രകീർത്തിക്കുന്നത് പുണ്യമുണ്ട് എന്ന് വിവരിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അങ്ങനെ പുണ്യം ചോദിക്കാം. നമ്മളെ കർമ്മത്തിന്റെ പുണ്യങ്ങൾ വിവരിക്കുന്ന കിതാബും വിഷയവും കർമ്മശാസ്ത്രമാണ്. ഇതൊന്നും പഠിക്കാതെ ഒരുപാട് പ്രസംഗം കേട്ടിട്ട് വന്ന പിഴവാണ് നിങ്ങൾ ഈ ചോദിക്കുന്നതിലെ പിഴവ്. കർമ്മശാസ്ത്രത്തിലെ വിഷയം കർമ്മശാസ്ത്രത്തിലെ തെളിവ് പറയാം, ഭാഷയിലെ വിഷയം ഭാഷാശാസ്ത്രത്തിലെ തെളിവുകൊണ്ടാ പറയാം, ആയത്തിലെ വിഷയം ആയത്തുകൊണ്ടാ തെളിവ് പറയാം, വിശ്വാസശാസ്ത്രത്തിലെ വിഷയം വിശ്വാസശാസ്ത്രം കൊണ്ടാ തെളിവ് പറയാം. ഇവിടെ നിങ്ങൾ ചോദിച്ചത് നല്ല മഹാത്മാക്കളായ ആളുകളിൽപ്പെട്ട മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മദ്ഹ് പറഞ്ഞാൽ പുണ്യം കിട്ടുമോന്നാ. മദ്ഹ് പറയലെന്നതൊരു കർമ്മമാണ്. ആ കർമ്മത്തിന് പുണ്യം കിട്ടും എന്നത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിച്ചിട്ടുണ്ട്. നമുക്കത് ഇസ്ലാമികപരമായിട്ട് അദ്ദേഹത്തെ വിശ്വസിക്കല് നമ്മുടെ ബാധ്യപ്പെട്ട കാര്യമല്ലല്ലോ. എന്ന് വെച്ചാൽ ഇത് മുഹിയുദ്ദീൻ ഷെയ്ഖ് എന്ന ഒരാൾ ജീവിച്ചിട്ടെന്നല്ല നിങ്ങൾ വിശ്വസിച്ചാൽ കാഫിറാവൂല എന്നല്ലേ പറയുന്നത്. അതായിക്കോട്ടെ, ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ വലിയാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുഹിയുദ്ദീൻ ഷെയ്ഖ് ജീവിച്ചിട്ടുണ്ട്. അത് ഇന്ന ചരിത്രത്തിലാന്ന് നിങ്ങളും പറഞ്ഞു. ഹിജറ 400 500 എന്നൊക്കെ നിങ്ങൾ പറഞ്ഞില്ലേ. അങ്ങനെ വിശ്വസിച്ച ഒരാൾ വലിയായി ഞങ്ങൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാണ്, മഹാത്മാവാണ്. മഹാത്മാവിനെ മദ്ഹ് ചെയ്താൽ പുണ്യം കിട്ടുമെന്ന് ഞങ്ങളെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെയുണ്ട്. എല്ലാ പണ്ഡിതന്മാരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ട്. അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിൽ പറയണ അള്ളാഹുവിന്റെ സഹായവും മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ സഹായവും ഒന്നാണെന്ന് പറയുന്നുണ്ട്. അത് പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞിട്ടില്ല. ഒരു 20 മിനിറ്റ് എനിക്ക് സമയം തരുവാണെങ്കിൽ ഞാൻ ആ സ്ഥാനോട് ഹാജരാക്കാം. എപ്പോഴും ചോദിച്ചോളി. അത് ആ പറഞ്ഞ അള്ളാഹുവിന്റെ സഹായം എന്റെ സഹായം എന്താണെന്ന് മുഹിയുദ്ദീൻ ഷെയ്ഖിന്റെ മാലയുടെ വിശദീകരണത്തിൽ പറഞ്ഞിട്ടുണ്ട്. മാലയിൽ പറഞ്ഞിട്ടില്ല. 20 മിനിറ്റ് സമയം എനിക്ക് തന്നാൽ ഞാൻ ഇവിടെ ഇത്രയും ജനങ്ങൾക്ക് മുന്നിൽ ഹാജരാക്കാം. നിങ്ങൾ പറയുന്നത് മുഹിയുദ്ദീൻ മാല ഇവിടെ തന്നെ വേഗം കിട്ടുന്നതാ ഏടിലെ മുഹിയുദ്ദീൻ മാലയിൽ അങ്ങനെ ഇല്ല. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇത്ര ആൾക്കാർ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറഞ്ഞു. ആ ഉണ്ടെങ്കിൽ കൊണ്ടുവരിക. അപ്പൊ നോക്കാം നമുക്ക്. 20 മിനിറ്റ് 20 മിനിറ്റ് പറഞ്ഞാൽ ഇവിടെ 3 മണിക്ക് കഴിഞ്ഞാൽ തീരും. നിങ്ങൾക്ക് തീർത്തുതരാൻ കഴിഞ്ഞിട്ട് നിങ്ങൾ ഇവിടെ 3 മണിക്ക് സുഹൃത്തെ 3 മണിക്ക് ഈ പരിപാടി നിർത്തും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. പറഞ്ഞു അതെ. ആ വ്യാഖ്യാനം എന്താ അവിടെ? ചോദിച്ചോളി. ഇനി ആരെയും ചോദിക്കും. എനിക്കൊരു സംശയം ചോദിക്കാനാണ്. അസ്സലാമു അലൈക്കും. ഈ മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിച്ചാലാണ് മൂമിനായി മരിക്കാൻ കഴിയുള്ളൂ എന്നാണല്ലോ നമ്മളുടെ വിശ്വാസം. അപ്പോൾ ഒരാൾ ഒരു മരത്തേന്ന് വീഴുകയാണ്. ആ മരത്തേന്ന് വീഴുന്ന വഴിക്ക് പെരുമറ്റത്ത് വല്യപ്പാന്നോ അല്ലെങ്കിൽ മമ്പർത്ത് തങ്ങളിപ്പാന്നോ വിളിച്ച് താഴെ വന്നപ്പോഴേക്കും ഇത് പറഞ്ഞു തീർന്നു. ആള് താഴെ വീണ് മരിക്കുകയും ചെയ്തു. ആ ആൾക്ക് ഈമാൻ കിട്ടി വിശ്വസിക്കാൻ ഒക്കുമോ? നിങ്ങളുടെ ചോദ്യം കഴിഞ്ഞോ? നിങ്ങളുടെ ചോദ്യത്തിൽ ഒന്നാമത് തന്നെ ഒരു അബദ്ധമുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിച്ചാലേ ഈമാൻ കിട്ടി എന്ന് പറയുള്ളൂ എന്ന് പറയാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി മരിച്ചാൽ അവൻ സ്വർഗത്തിൽ കിടക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാം എന്ന് ഹദീസുണ്ട്. അതെ, അത് നല്ല സ്വർഗത്തിൽ കിടക്കുന്നവരാവും, വിചാരണയില്ലാതെ സ്വർഗത്തിൽ കിടക്കുന്നവരാകും എന്ന നേട്ടം കിട്ടാനാണ്. മൂമിനാകണമെങ്കിൽ അങ്ങനെ പറഞ്ഞോണ്ടെന്നില്ല. അങ്ങനെ അതെ, മനസ്സിലായോ? അത് വെച്ചിട്ടല്ലേ നിങ്ങളെ ചോദ്യം? അവിടുന്ന് തന്നെ തീർന്നോ? സംശയം തീർന്നില്ലേ? തീർന്നു. അള്ളാഹുവിനോട് ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാവോ? അള്ളാഹുവിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നത് എവിടുന്നാ? ഇവിടെ സംസാരിക്കുന്നത് അള്ളാഹു അല്ലാത്ത മഹാത്മാക്കളോട് ഇസ്തിശ്ഫാ നടത്തുക. ഇസ്തിശ്ഫാ എന്ന് പറഞ്ഞാൽ അവർക്ക് അള്ളാഹുവിലുള്ള സ്ഥാനപ്രകാരം അള്ളാഹു സഹായിക്കുക, അള്ളാഹു കഴിവ് നൽകുക, അള്ളാഹു തന്നെ കാര്യം ചെയ്യുക എന്ന വിശ്വാസപ്രകാരം നടത്തുന്നതിന് ഇസ്തിശ്ഫാ എന്ന് പറയാം. ഇവിടെ നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹു അല്ലാത്തവരെയും പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ട് 2 പ്രതിയോഗികളാക്കി നിർത്തിയിട്ടാ ചോദ്യം. നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു അള്ളാഹുവിനോട് ചോദിക്കാവുന്ന പോലുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹു അല്ലാത്തവരോട് ചോദിക്കാം. ഇസ്തിശ്ഫാ എന്നാണ് അതിന് പറയാ. ഉദാഹരണമായിട്ട് ഒരു ഹദീസ് ഉദ്ധരിച്ചു. ഹദീസ് പൂർണ്ണമായിട്ട് ഉദ്ധരിക്കാവുന്നതാണ് ചോദിക്കുന്നത്. ഹദീസ് ഉദ്ധരിച്ചു. ഏതാ ഹദീസ് എന്ന് പറയാം? ഒന്ന് സ്വർഗത്തിൽ കൂട്ട് നബിയെ തങ്ങൾ തരണം എന്ന് ചോദിച്ചത്. ഇതും അതിന്റെ പൂർണ്ണരൂപം ഇവിടെ വായിച്ചു. ഇനി വേണോ? ഒന്നാണ് പൂർണ്ണമായിട്ട്. ഇനി അത് വേറൊരു മൗലവി വന്നിട്ട് പ്രസംഗിക്കുമ്പോൾ അതിന്റെ ബാക്കി ഉണ്ടാവരുത്. ഞാൻ വായിച്ചു. ഞാൻ ഫുള്ളായിട്ടാ വായിച്ചത്. മുസ്ലിമിലെ ഹദീസാണ് ഞാൻ വായിച്ചത്. മുസ്ലിമിലെ ഹദീസ് ഞാൻ വായിച്ചുതരാം.
الربيعة بن كعب أنه قال كنت أبيت مع رسول الله صلى الله عليه وسلم فآتيه بوضوئه وحاجته فقال لي سل فقلت أسألك مرافقتك في الجنة قال أو غير ذلك قالت هو ذاك قال فإني على نفسك بكثرة السجود സ്വഹീഹ് മുസ്ലിം 1193. ഇത് പൂർണ്ണമായിട്ട് ഞാൻ വായിച്ച് ഇതിന്റെ പിന്നിലൊന്നുമില്ല. ഞാൻ പൂർണ്ണമാണ്. പൂർണ്ണമാണ്. ഈ ഹദീസ് പൂർണ്ണ. ഹദീസിന്റെ ശറവും എല്ലാം ഇത് ഹദീസാണ് ഞാൻ വായിച്ചത്. ഹദീസിന്റെ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. കുന്തു അബീത്തു മാ റസൂലില്ലാഹി, ഞാൻ അള്ളാഹുവിന്റെ റസൂലിനോട് കൂടെ രാപ്പാർക്കുകയായിരുന്നു. ഫആതീഹി ബിവുദൂഇഹി, ഞാൻ നബിക്ക് ഒതുണ്ടാക്കാനുള്ള വെള്ളം കൊണ്ടു കൊടുക്കും. വഹാജത്തിഹി, നബിക്ക് ആവശ്യമുള്ള മറ്റു ഉപകരണങ്ങളും കൊടുക്കും. ഫഖാലലി, അന്നൊരിക്കൽ കൊടുത്തപ്പോൾ നബി എന്നോട് പറഞ്ഞു സെൽ, ചോദിക്കൂ എന്ന് പറഞ്ഞു. ഫഖുൽതു, ഞാൻ ചോദിച്ചു അസ്അലുക, തങ്ങളോട് ഞാൻ ചോദിക്കുന്നു, മുറാഫഖത്തക, തങ്ങൾ കൂട്ടുതരണമെന്ന്, ഫിൽ ജന്നത്തി, സ്വർഗത്തിൽ തങ്ങളുടെ കൂട്ടുതരണമെന്ന്. ഖാല അവ ഗൈറ ദാലിക്, അതല്ലാത്ത വല്ലതും ചോദിക്കാണ്ടോ എന്ന് നബി ചോദിച്ചു. ഖുൽതു ഹുവ ദാക്, അതെന്നെ എനിക്ക് കിട്ടേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. ഖാല ഫഇന്നി അലാ നഫ്സിക ബികസറത്തി സുജൂദ്, ആവട്ടെ നീ അതിന് നിന്റെ ശരീരത്തിന്റെ മേൽ സുജൂദ് വർദ്ധിപ്പിച്ചുകൊണ്ട് എന്നോട് സഹകരിക്കണം എന്ന് നബി മറുപടി പറഞ്ഞു. സ്വഹീഹ് മുസ്ലിം. ഇത് ഉസ്താദ് തെളിവ് പറഞ്ഞത് അള്ളാഹുവിനോട് സ്വർഗം ചോദിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്ത നബിനോട് ചോദിച്ചാലും കുറ്റമില്ല എന്നാണ് ഉസ്താദ് പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ തലക്കന്ന് 2.5 മണിക്കൂർ ഞാൻ പ്രസംഗിച്ചത്, നിങ്ങൾ പ്രസംഗിച്ചത് നല്ലപോലെ മനസ്സിലാക്കണം. ഈ ചോദിക്കുന്നതൊക്കെ ഇസ്തിശ്ഫാ എന്ന് അതിന് പറയാം. അതായത് ഷഫാഅത്ത് നബിയുടേത് അള്ളാഹുവിങ്കലുള്ള പദവി പരിഗണിച്ച് അള്ളാഹു നൽകുന്ന കാര്യം കിട്ടാനാണ് ഈ ചോദിക്കുന്നത്. അള്ളാഹുവിനെ പോലെ ഒരു ദൈവമാക്കി സ്ഥാപിച്ചിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അന്ന് തന്നെ മുശ്രിക്കാവും. അത് ചോദിക്കണ്ട. അള്ളാഹുവിനോട് കൂടെ അതേമാതിരി പ്രതിയോഗി സ്ഥാനത്ത് നിർത്തുന്ന ഒരു ദൈവം എന്ന് വിശ്വസിച്ചാൽ അത് തന്നെ ശിർക്ക. ചോദിക്കണ്ട. ചോദ്യവുമായി ബന്ധമല്ല ശിർക്കിന്. അള്ളാഹുവിനെ പോലെ കരുതാതെ ചോദിച്ചു ശിർക്കല്ല. ചോദ്യമല്ല പറഞ്ഞു. ഷഫാഅത്തിനെ തേടുക എന്ന് പറഞ്ഞിടത്തെ കർത്താവ് അള്ളയാണ്, പ്രവർത്തി തരുന്ന ആള് അള്ളയാണ്. ഇവിടെ നബിനോട് സ്വർഗത്തിലെ കൂട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിലും ഈ കൂട്ട് നൽകുന്നയാള് അള്ളാഹുവാണ്. അള്ളാഹു അന ഖാസിമുൻ വല്ലാഹു യുഅ്തി, ഞാൻ വിതരണക്കാരനാകുന്നു, കൊടുക്കുന്നവൻ അള്ളാഹുവാണ് എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഏത് നമ്മൾ നബിനോട് ചോദിച്ചാലും നബിനോട് ചോദിക്കുന്നത് നബി അതിനെന്താ നബിന്റെ പ്രവൃത്തി എന്ന് വെച്ചാൽ അത് ചെയ്യണോന്നാ അതിന്റെ അർത്ഥം. അതിന് ഇസ്തിശ്ഫാ എന്നാ പറയാം. പിന്നെ അതുപോലെ തന്നെ ഇത് കഴിഞ്ഞോ വെച്ച് കഴിഞ്ഞാൽ ഉസ്താദ് പറഞ്ഞ വിവരണം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താ പിന്നെ മനസ്സിലാക്കണം. എന്നാലും മനസ്സിലാക്കണം. ഞാൻ ഇവിടുന്ന് മാറിയിട്ട് കാസ്റ്റ് വേണ്ട, നിങ്ങൾ ഇത് കേട്ടിട്ട് തന്നെ മനസ്സിലാക്കി വെച്ചിട്ട് മനസ്സിലാക്കും. പറയുന്നത് തന്നെ മൈക്ക് മൈക്ക് നിങ്ങൾക്ക് എന്റെ പ്രസംഗം നല്ലോണം കേൾക്കണില്ലേ? സംസാരം കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന സമയത്ത് പറയുന്നതാണ് മനസ്സിലാക്കാൻ. ഞാൻ ഒന്നാ മനസ്സിലായിട്ട് പോയാൽ മതി. ഞാൻ പറഞ്ഞുതരാം. അതുപോലെ ഇത് കേൾക്കി, ഇത് മനസ്സിലാക്കിയിട്ട് പോകണം. പറഞ്ഞിട്ട് നിങ്ങൾ പിന്നെ അങ്ങനെ എങ്ങനെയാന്ന് അറിയരുത്. നിങ്ങൾ കേട്ട് മനസ്സിലാക്കി. അല്ലെ വിഴുങ്ങണ്ട. പക്ഷെ നിങ്ങൾ പഠിക്കണുണ്ടോ, പറഞ്ഞത് മനസ്സിലാക്കണുണ്ടോ, അത് ബോധ്യപ്പെട്ടില്ലെങ്കിൽ ഇല്ല എന്ന് പറയാം. അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. പറയൂന്ന് പറഞ്ഞാല് നിങ്ങൾ എന്താ കളിപ്പിക്കല്ലോ. ചോദിക്കും, മറുപടി തീരാൻ വേണ്ടി ചോദിക്കുന്നില്ലേ? അപ്പൊ അമ്പിയാവിനോടും ഔലിയാവിനോടും ഇവിടെ അള്ളാഹുവിനെ പോലെ അള്ളാഹുവിനോട് ചോദിക്കുക, അള്ളാഹ് നടത്തിത്തരുക. നബിമാരും ഔലിയാവിനോടും ചോദിക്കുക, അവരും നടത്തിത്തരുക എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഔലിയാവിനോട് ചോദിക്കുന്നത് അവരുടെ ശഫാഅത്ത് തേടലാണ്. നടത്തിത്തരുന്നത് ഔലിയാവിനോട് ചോദിക്കുമ്പോഴും അള്ളാഹുവാണ്. പക്ഷെ ഔലിയാവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹുവിങ്കൽ അവർക്കുള്ള സ്ഥാനത്തെ മാനിച്ചിട്ട് ആ ശഫാഅത്ത് മുഖാന്തരം കിട്ടണം എന്നാണ് ചോദ്യത്തിന്റെ സ്വരം. അള്ളാഹുവിനോടാണ് അപ്പോഴും ചോദ്യം. നേരിട്ട് അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ചോദ്യവും സ്വരവും ഒക്കെ അള്ളാഹുവിനോട് തന്നെ. ഇവിടെ ചോദ്യം അള്ളാഹുവിനോട് ചോദിക്കുക, പ്രതിയോഗിയായി വേറൊരു ദൈവത്തോടും ചോദിക്കുക എന്ന മട്ടിൽ ചോദ്യം വരൂല. എങ്ങനെ മനസ്സിലാക്കിയാല് നിങ്ങൾക്ക് മനസ്സിലാണ്ടോ? ഇസ്തിശ്ഫാ എന്ന് പറഞ്ഞ് അങ്ങനെയല്ല അതിൽ പറയും. ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് റസൂലിനോട് സ്വർഗത്തിലെ കൂട്ട് ചോദിച്ചാലും പടച്ചോൻ സ്വർഗത്തിലെ കൂട്ട് തങ്ങളോട് തരാൻ വേണ്ടിയിട്ട് തങ്ങളോട് ഞാൻ ആവശ്യപ്പെടുന്നു, തങ്ങൾ അതിന് വേണ്ടത് ചെയ്യണം എന്നാ അതിന്റെ അർത്ഥം. ഇങ്ങനെ ഒരു ചുരുക്കി ചോദ്യമുണ്ട്. നേരിട്ടുള്ള ഇസ്തിഹാസയല്ല. ഞാനിതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇത് ഇസ്തിഹാസ നീ പറയുന്നതിന്റെ ഒക്കെ ഉദ്ദേശം ഇത് തന്നെയാണ്. ഞാനിവിടെ മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടേണ്ട ഒരു കാര്യം, മുഖ്യമന്ത്രിയുടെ PA കണ്ടു, എനിക്ക് അയാളോടാ ബന്ധം. ഞാൻ അയാളോട് പറയുമ്പോൾ 2 സ്വരമുണ്ട്. നിങ്ങൾ മുഖ്യമന്ത്രിയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് വേണ്ടിയിട്ട് ഇത് ശരിയാക്കി തരണം, ഞാൻ മധ്യസ്ഥനായി കാണുന്നു, നിങ്ങൾ എനിക്ക് ശരിയാക്കി തരണം എന്ന് പ്രയോഗിക്കും. ഇതൊരു ശുപാർശ തേടലാണ് അല്ലേ? ഇതുപോലെ തന്നെ
ഞാൻ മുഖ്യമന്ത്രിയുടെ പിയനെ പോയി കണ്ടിട്ട് നിങ്ങളിത് ശരിയാക്കി തരണം എന്ന് പറയും. വാസ്തവത്തിൽ ശരിയാക്കി തരുന്നത് മുഖ്യമന്ത്രിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ശരിയാക്കി തരാൻ വേണ്ട ഇടപാടുകൾ ചെയ്യാനും ശുപാർശ ചെയ്യാനും പരിശ്രമിക്കാനും മുഖ്യമന്ത്രിയുടെ പിയക്ക് കഴിയും എന്ന് വിശ്വസിക്കുമ്പോൾ പിയ ശരിയാക്കി തരണം നിങ്ങൾ എന്ന് തന്നെ പോയി പറയും. ഇത് മുഖ്യമന്ത്രിയോടുള്ള ആവശ്യവും മുഖ്യമന്ത്രിയിൽ നിന്ന് കാര്യം ശരിപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടുള്ള ശുപാർശയുമല്ലേ? ഇതേ രീതിയിലാണ് ഔലിയാക്കളോട് പോയി നേരിട്ട് ആവലാതി പറയുന്നത്. അതിന്റെ അർത്ഥം ഈ ആവലാതി പറഞ്ഞിട്ട് നിങ്ങളെ മാനിച്ച് അള്ള തരണം, നിങ്ങൾ അതിന് വേണ്ടത് ചെയ്യണം എന്നാണ് ജീവിതകാലത്ത് പറയുന്ന അതേ രീതി. ശുപാർശയാണ്, ഇസ്തിഹാസയല്ലാതെ. ഇസ്തിഹാസ എന്ന് പറയുന്നതും ഇസ്തിഷ്ഫാ എന്ന് പറയുന്നതും ഒക്കെ അതാണ് എന്ന് മനസ്സിലാക്കി തരാനായി പറയുന്നത്. നേരിട്ട് സഹായം ചെയ്യുന്ന ശൈലിയിൽ പറഞ്ഞാലും ഇതിന്റെ സഹായി അള്ളാഹുവാണ്. അടിസ്ഥാനപരമായി സഹായി അള്ളാഹുവാണ്. അടിസ്ഥാനപരമായി സഹായിക്കേണ്ടത് അള്ളാഹുവാണ്. ഇത് സാധാരണ കാര്യത്തിൽ പോലും അള്ളാഹുവാണ് സഹായിക്കുന്നതെന്ന് വിശ്വസിക്കണങ്ങൾ. ഞാൻ എൻ്റെ ഉമ്മാനോട് ഭക്ഷണം തരണമെന്ന് പറയുമ്പോൾ ഉമ്മ ഭക്ഷണം തന്നാൽ ഈ ഭക്ഷണം കൊണ്ടു തരുന്നത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ് എന്ന് ഞാൻ വിശ്വസിക്കണം, വിശ്വാസി. ഉമ്മ അവിടെ മാധ്യമമാവുകയാണ് അള്ളാന്റെ ഭക്ഷണം എൻ്റെ മുമ്പിൽ എത്തിക്കാൻ. നേരെ മറിച്ച് ഉമ്മ കൊണ്ടുതരുമ്പോൾ ഈ ഭക്ഷണം കിട്ടാതെ കൊണ്ടുതരുമ്പോൾ ഉമ്മ വീഴാ, ആ പ്ലേറ്റ് ഉമ്മാന്റെ കയ്യിൽ നിന്ന് ഉടയാ, എനിക്ക് കിട്ടാതെ വരാ. അപ്പൊ എന്റെ മുൻപിൽ ആ ഭക്ഷണം കൊണ്ടുതരുന്നത് വരെയുള്ള സകല പരിശ്രമങ്ങളും സകല പ്രവൃത്തികളും അള്ളാഹു സൃഷ്ടിച്ചെങ്കിലേ ഉണ്ടാകുള്ളൂ. അള്ളാഹു സൃഷ്ടിച്ചിട്ടുണ്ടാകുന്ന സാധാരണ കാര്യങ്ങൾ നമ്മുടെ മാതാവിനോടും ഉമ്മാരോടും സുഹൃത്തിനോടും മേലുദ്യോഗസ്ഥനോടും ആളുകളോടും നമ്മൾ ചോദിക്കുന്നില്ലേ? ഇതേ രീതിയിലാണ് അസാധാരണമായിട്ടോ മറിഞ്ഞിട്ടോ കിട്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ മറഞ്ഞു നിൽക്കുന്ന ഔലിയാക്കളോട് പറയുന്നതും അവരുടെ സവിധത്തിൽ പോയി പറയുന്നതും. അതൊക്കെ നേരിട്ട് സഹായിക്കുന്നതും പ്രവർത്തിച്ച് സൃഷ്ടിച്ചു തരുന്നതും അള്ളാഹുവാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒന്നും അറിയില്ലാത്ത മുഖ്യമന്ത്രിയോട് ഉപയോഗിച്ചാണ്ടാണ് അള്ളാഹിന്റെ. അതില്ല ഞങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശുപാർശയുടെ രണ്ട് രീതി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞെന്നാണ്. ഒന്ന് പറയുമ്പോൾ ആൾ ഒരു നൈര്യാണ് എന്ന് പറയുമ്പോൾ ഓന് വാലുണ്ടോ എന്ന് ചോദിക്കരുത്. അതൊരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദാഹരണമാണ്. ഒരാൾ നരിയാണോ ആളൊരു പുലിക്കുട്ടി തന്നെ എന്ന് പറയില്ല നമ്മള്. പുലിക്കുട്ടിക്ക് വാലുണ്ട്, ഇയാൾക്ക് എന്തേ വാലുണ്ടോ? പുലിക്കുട്ടിക്ക് 4 കാലുണ്ട്, ഇയാൾക്ക് എന്തേ 4 കാലുണ്ടോ എന്ന് അവിടെ ചോദിക്കാം. ആശയം മനസ്സിലാക്കുക. പുലിക്കുട്ടിക്ക് ധൈര്യമുണ്ട്, അതുപോലെ ഇയാൾക്ക് ധൈര്യമുണ്ട്. ഞാനിവിടെ മുഖ്യമന്ത്രിനെ ഉപമിച്ചത് അള്ളാനെ മുഖ്യമന്ത്രിനോട് ഉപമിച്ചതല്ല. മുഖ്യമന്ത്രി ചെയ്തു തരേണ്ട കാര്യം പിയനോട് ശുപാർശ ചെയ്യുമ്പോൾ കാര്യം തന്നെ നടത്തി തരേണ്ട ആള് പിയാണ് എന്നുള്ള സ്വരത്തിൽ ശുപാർശ ചെയ്യാറുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അത് മനസ്സിലായോ? അതേ രീതിയാണ് ഔലിയാക്കളോട് പോയി ആവലാതി പറയുമ്പോൾ ഉള്ളത്. സ്വരം അവർ ചെയ്തു തരണമെന്നേ ഉള്ളൂ. ചെയ്തു തരുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിക്കണം. ഉദാഹരണം പറയുമ്പോൾ ചെറിയ സാമ്യമുള്ള ഉദാഹരണം പറഞ്ഞല്ലോ. അള്ളാഹ്ക്ക് ഔലിയാക്കൾ പറയാതെ തന്നെ അള്ളാഹ്ക്ക് അറിയാം എന്റെ മനസ്സിലുള്ളത്. അപ്പൊ മറ്റേ ഒരു ഉദാഹരണം പറയുമ്പോൾ മുഖ്യമന്ത്രിയും മറ്റുള്ള PM ഉള്ള രീതിയിലുള്ള ഉദാഹരണം ശരിയാണോന്ന് ചോദിച്ചു. അള്ളാഹ്ക്ക് ഉദാഹരണമല്ല കുട്ടി മുഖ്യമന്ത്രിനെ നടത്തിയത്. മുഖ്യമന്ത്രിന്റെ പിയനോട് മുഖ്യമന്ത്രിനോട് ശുപാർശ ചെയ്യുന്ന കാര്യം പിയ തന്നെ ചെയ്തു തരണം എന്ന സ്വരത്തിൽ ശുപാർശ ചെയ്യലുണ്ട്. ആ ഭാഗം മനസ്സിലാക്കി തരുന്നത്. ആ ഉദാഹരണത്തിന്റെ ഭാഗങ്ങളിലായോ? അത് തിരിഞ്ഞോ? അത് തിരിഞ്ഞോ? പിന്നെന്താ? അത് തിരിഞ്ഞ പോരെ. പിന്നെ മുഖ്യമന്ത്രിനെ അള്ളാഹിനോട് ഉപയോഗിച്ചിട്ടില്ലല്ലോ ഞാൻ. ഉദാഹരണം പറഞ്ഞ ഈ ഭാഗം തിരിക്കാനാണ്. ആ ഭാഗം തിരിഞ്ഞോ? മതി. എന്നാ പിന്നെ അതിന്റെ അപ്പുറം പറയുന്നത് ഇത് കഴിഞ്ഞോ? ശരി. അത് പിന്നെ ഒരു അവസരം ഉണ്ടാവുമ്പോ ചോദിക്കാം. അങ്ങനെ വിളിച്ചിട്ട് പറയല്ലേ. ഇവിടെ നിങ്ങൾ നേർക്ക് നേരെ കേട്ടോ, സുതാര്യമായിട്ട് ഇടപാട്. നിങ്ങൾ പഠിച്ചിട്ട് ഇനി വിഷയം ഉണ്ടാവുമ്പോ ചോദിക്കാം. ചോദിക്കാം. ഇനിയൊരു അവസരം ഉണ്ടാവുമ്പോ ചോദിക്കാം. പിന്നെ അതുപോലെ ചെറിയ ചോദ്യം, എനിക്ക് ഹിദായത്തിനെ തരണേ എന്നുള്ളത് അപേക്ഷയാണോ പ്രാർത്ഥനയാണോ? ആരോട്? വലിയ ആൾക്കാരോട് പറഞ്ഞില്ല അതിന്റെ പേര് അപേക്ഷ എന്ന് പറയുന്നത്. അതിനാണ് അപേക്ഷ. നിങ്ങൾ വാക്ക് കേട്ടില്ലപ്പോ? അപേക്ഷ എന്ന് പറയുന്നത് താഴ്ന്ന ഒരാൾ ഉയർന്ന ആളോട് എന്ത് കാര്യം ആവശ്യപ്പെടുന്നതിനും മലയാളത്തിൽ അപേക്ഷ എന്നാ പറയാ. അപേക്ഷയും ഞാൻ പഠിപ്പിക്കണോ? അതിവിടെ ഞാൻ ഭാഷാ ഗ്രന്ഥങ്ങൾ ഉപയോഗിച്ചിട്ട് പറഞ്ഞല്ലേ. പ്രാർത്ഥന എന്ന് പറയുന്നത് ഈശ്വരനോട് അപേക്ഷിക്കുന്നതിന് മാത്രമുള്ള വേദശബ്ദമാണ്. അപേക്ഷയുടെ അർത്ഥത്തിലും പ്രാർത്ഥന എന്ന് ഉപയോഗിക്കും. അങ്ങനെയെങ്കിൽ നമ്മൾ ഉമ്മാനോട് ചോദിച്ചാൽ പ്രാർത്ഥന എന്നാ പറയാ, ബാപ്പാനോട് ചോദിച്ചാലും പ്രാർത്ഥന എന്നാ പറയാ, ഗുരുവിനോട് ചോദിച്ചാലും പ്രാർത്ഥന എന്നാ ഭാഷാപരമായി പറയാം. വേദശബ്ദപ്രകാരമുള്ള പ്രാർത്ഥനയാണെങ്കിൽ ഈശ്വരനോട്, ദൈവത്തോട്, അള്ളാഹിനോട് ചോദിക്കുന്നതിന് മാത്രമേ പ്രാർത്ഥന എന്ന് പറയുള്ളൂ. അപേക്ഷ എന്ന് മുതിർന്നവരോട് ചോദിക്കുന്നതിനൊക്കെ പറയും. ഉമ്മാനോടും ആരും ചോദിക്കാ. ഷഫായത്ത് എന്നുള്ള നിലക്ക് ചോദിക്കാം. ഇസ്തിഷ്ഫാ എന്നുള്ള നിലക്ക് ഉമ്മാ എനിക്ക് ഹിദായത്ത് കിട്ടണമ്മാന്ന് പറയാം. അപ്പം ആർക്കും പഠിച്ചോനെ എന്റെ മോനെ ഹിദായത്ത് കൊടുക്കണേ, അങ്ങനെ ചെയ്യാം. ഇതിന് ഇസ്തിഷ്ഫാ എന്നാ പറയാം.
ഇസ്തിഹാസ ചെയ്യാൻ പാടില്ല. ഇസ്തിഹാസനെ ഇസ്തിഷ്ഫായി ഇസ്തിഹാസ എന്നുണ്ടെങ്കിൽ അറബ് പറഞ്ഞിട്ട് കാര്യമല്ല. അല്ല അത് അതിന് ഇസ്തിഹാസ എപ്പോഴും ഞാൻ ചോദിക്കുമ്പോൾ ഇസ്തിഹാസ എന്ന് പറയുന്നതിന്റെ മറുവശം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് അതൊരു പ്രാർത്ഥനയാക്കിയിട്ട് ജനങ്ങളിടയിൽ വല്ലാതെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ശരിയായ ഉദ്ദേശം എന്താണ് എന്ന് മനസ്സിലാക്കി തരാനാണ് സുഹൃത്തെ ഞാനിവിടെ ഇത്രയും സമയം ഈ ഒരു വിഷയം പ്രസംഗിച്ചത്. അല്ലെങ്കിൽ 15 മിനിറ്റ് മതി ഈ വിഷയം അവതരിപ്പിക്കാൻ. ഈ വിഷയം 2-2.5 മണിക്കൂർ ഞാൻ സംസാരിക്കുന്നത് തന്നെ ജനങ്ങളിടയിൽ 75 കൊല്ലക്കാലത്തെ വഹാബിസത്തിന്റെ പ്രവർത്തനം കൊണ്ട് ഇതൊരു പ്രാർത്ഥനയാണ്. ഇസ്തിഹാസ എന്ന് പറഞ്ഞ സാങ്കേതിക വാക്കായിട്ട് ഏത് പൊട്ടനും ചോദിക്കും. അറബി അറിയാത്തവനും ചോദിക്കുക ഇസ്തിഹാസ എന്താ, ഇസ്തിഹാസന്റെ അർത്ഥം എന്താണ്, ആ വാക്കിന്റെ അർത്ഥം എന്ന് മനസ്സിലാകാത്തവന് ഇസ്തിഹാസ എന്ന് പറയും. ഇത്തരം ഒരു തെറ്റിദ്ധാരണ അപകടകരമായി വന്നതുകൊണ്ടാണ് സുഹൃത്തെ ഇസ്തിഹാസ എന്ന് പറയുന്നത് മഹാത്മാക്കളുടെ ശുപാർശ തേടിയിട്ട് അവരിൽ നിന്ന് കാര്യം കിട്ടേണ്ടതുപോലെ അള്ളാഹു അവരെ മാനിച്ചിട്ട് കാര്യം തരണമെന്ന് നടത്തുന്ന ഒരു ഇസ്തിഷ്ഫ ആണ്. അതിലെ ഒരു ഭാഗമായിട്ട് ഉപയോഗിക്കുന്ന വാക്യമാണ് ഇസ്തിഹാസ എന്ന് പഠിപ്പിച്ചു തന്നത്. അതുപോലെ ഇത് കഴിഞ്ഞോക്ക് ഇത് മനസ്സിലായോ? ഇത് കഴിഞ്ഞു. പറഞ്ഞു. പിന്നെ അതുപോലെ ഇവിടെ മനസ്സിലാകലില്ലേ? ഇവിടെ സാധാരണ മനസ്സിലാകാൻ ഇടപാടില്ലേ? ഇതുവരെ നടക്കുന്നിടത്തൊക്കെ മനസ്സിലായാലും മനസ്സിലായി എന്ന് പറയും. എന്നാ ഇവിടെ അത് ആദ്യമാണ് ഈ മൂവാറ്റുപുഴ ഒറ്റ കുട്ടി മനസ്സിലായി എന്ന് പറയുന്നില്ല. അത് കഴിഞ്ഞു ഇത് കഴിഞ്ഞു ഇത് ഞാൻ പഠിക്കട്ടെ എന്ന് പറയുന്ന കേൾക്കുന്നത്. ഉസ്താദിന്റെ പ്രസംഗത്തിൽ പറഞ്ഞു നമ്മുടെ പള്ളി മക്ബറകളിൽ അനിസ്ലാമികമായിട്ടൊന്നും നടക്കുന്നില്ല, എല്ലാം അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ചോദ്യത്തിന് മറുപടി മനസ്സിലാക്കി നടക്കുന്നുണ്ടെങ്കിൽ അത് എതിർക്കുന്നുണ്ട്, നടക്കാത്തത് പറയരുത് എന്നാ പറഞ്ഞു. എതിർക്കണ്ടാരും പറഞ്ഞു. അതായത് ഞാനൊരു 10-15 വർഷം മുമ്പ് ഭീമാപ്പള്ളി പോകാനിടയായി, നേർച്ചയ്ക്ക് തന്നെ പോകാനിടയായി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ കണ്ടു 2-3 പേരിങ്ങനെ നേരായിട്ട് നിൽക്കുന്നുണ്ട്. ഒരാൾ പറഞ്ഞു കുറച്ച് പൈസ ഇറങ്ങി ഈ വിശ്രി തരാന്ന് പറഞ്ഞു. മൈൽപ്പേരി വിശ്രി, ഈ വിശ്രി എന്നാ രാത്രി ഇങ്ങനെ വീശാം. അപ്പൊ ഈ പൈസ കൊടുത്താൽ ഈ വിശ്രീ കൊണ്ട് വീശാം. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത ആൾ പറയും കുറച്ച് പൈസ ഇറങ്ങി നിശ്ചയ തുക ഇറങ്ങി ഒരു മുല്ലപ്പ് മാല തരാന്ന് പറഞ്ഞു. അപ്പൊ ഈ മാല കൊടുന്ന് മക്ബറെ കൊടുന്നിടാം. മൂന്നാമത്തെ അപ്പുറക്കണ ആള് പറഞ്ഞു കുറച്ച് പൈസ ഇറങ്ങി ഒരു നിശ്ചയ തുക ഇറങ്ങി ഈ ഖബറൊന്ന് തുറന്ന് കാണിച്ചു തരാം. അതിനാവശ്യമുള്ളവർ കാശ് കൊടുത്തിട്ട് തുറന്ന് കാണിച്ചു തരുന്നുണ്ട്. ഭീമാപ്പള്ളിയിലെ സംഭവം ഇപ്പോഴും നടക്കുന്നുണ്ടോന്ന് എനിക്ക് അറിയില്ല, ഞാൻ അതിനുശേഷം പോയിട്ടില്ല. ഇപ്പോഴും നടക്കുന്നുണ്ടെങ്കിൽ അത് ഇസ്ലാമികമാണോ, ഇസ്ലാമിക അല്ലെങ്കിൽ അത് നടത്താൻ പാടില്ലെന്ന് എന്തുകൊണ്ട് ഈ കേരളത്തിലെ പണ്ഡിതന്മാർ പറയുന്നില്ല? ഏത് ഇസ്ലാമികമാണോ എന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞുതരാം. മയിൽപ്പീലി എന്ന് പറയുന്ന സാധനം ജീവിതകാലത്ത് മയിലിൽ നിന്ന് പിടിച്ചതാണെങ്കിൽ അത് ഉപയോഗിക്കുന്നതും പിടിക്കുന്നതും ഒക്കെ നമുക്ക് നജസാണത്. ആ നജസ് വിൽക്കുന്നത് ഷാഫി മദ്ഹബ് പ്രകാരം സാധുവല്ല, അത് വാങ്ങാൻ പാടില്ല, അതെല്ലാവർക്കും അറിയാം. പക്ഷെ ഇവിടെ വാങ്ങാൻ വരുന്നവര് ബഹുദൈവ വിശ്വാസികളുണ്ട്, കാഫറുകളുണ്ട്, മറ്റു മദ്ഹബുകാരുണ്ട്. ആ മദ്ഹബുകാരാണോ വാങ്ങുന്നത്, അവർക്കാണോ കൊടുക്കുന്നതെന്ന് നമുക്കറിയില്ല. ഇവിടെ വാങ്ങുന്നത് ഷാഫി മദ്ഹബുകാരനാണെങ്കിൽ അവനോട് പറഞ്ഞു കൊടുക്കാം ഇതടോ നജസാണ്, ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് അത് പറഞ്ഞു കൊടുക്കണം. അതേപോലെ പിന്നെന്താ പറഞ്ഞേ? മുല്ലപ്പൂമാല ഖബറിന്റെ മുകളിൽ കൊടുത്തു വയ്ക്കുന്നത്. മുല്ലപ്പൂമാല ഖബറിന്റെ മുകളിൽ കൊടുത്തു കൊടുക്കുന്നത് മുല്ലപ്പൂ വെക്കുക എന്നുണ്ടെങ്കിൽ നമ്മളെ നാട്ടിലെ ഒരു ആചാരമായിട്ടൊരു ബഹുമാനം വന്നിട്ടുണ്ട്. അതിന്റെ പേരിലൊന്നും ഒരു തെറ്റും കുറ്റൊന്നും വരാല്ല. ഖബറിന്റെ മുകളിൽ വെച്ചവർ ആദരവ് നേലുള്ളൂ. ആദരവിന്റെ ഒരു നാടൻ രീതി. നമ്മളെ നാട്ടിൽ ബിരിയാണി വയ്ക്കുന്നുണ്ട്, പണ്ടൊന്നും അതൊന്നും ഇല്ലല്ലോ. അപ്പൊ നാടിന്റെ രീതിയിൽ ഒരു ചില ആചാരങ്ങൾ ചിലത് വരും. അത്തരം ആചാരങ്ങളിൽ പെട്ടതേ ഉള്ളൂ. അത് വിരോധിക്കപ്പെട്ട സംഗതിയല്ല മുല്ലപ്പൂമാല വെച്ചാൽ, അതിനും കുഴപ്പമില്ല. പിന്നെന്താ ഉള്ളത്? ഫീസ് വാങ്ങി മക്ബറ കാണിച്ചു കൊടുക്കുന്നത്. ഫീസ് വാങ്ങി മക്ബറ കാണിച്ചു അതിന്റെ അധികാരികളല്ലേ തടയേണ്ടത്? ഫീസ് വാങ്ങി മക്ബറ കാണിച്ചെടുക്കുക. മക്ബറ കാണിക്കുന്നതിനാ ഫീസ്? അത് അധികാരപ്പെട്ടവർക്ക് ഫീസ് കൊടുത്തിട്ടേ കടക്കാൻ പറ്റുള്ളൂ എന്ന് നിയമമുണ്ടെങ്കിൽ നാഗൂരൊക്കെ ഉണ്ട് അങ്ങനെ. ഫീസ് കൊടുത്തിട്ടേ കടക്കാൻ പറ്റുള്ളൂ നിയമം. അത് ആളുകളുടെ തിക്കും തിരക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായ ഒരു നാടൻ നിയമമാണ്. അതിന് ശറ എന്ത് ചെയ്യാനാ? ഇത് പോടെ പോണ ആൾക്കാർ മതബ് പഠിച്ചിട്ടൊന്നുമല്ല പോണേ. അല്ല, അവർ ചെയ്യുന്നതാണ്. ചെയ്യുന്നുണ്ട് ഇസ്ലാമികമായിട്ട് ഇങ്ങനെ ചെയ്യുന്നത്. ഇസ്ലാമികമായിട്ട് അതിൽ തിരക്ക് കുറക്കാൻ വേണ്ടി സർക്കാരോ അധികൃതരോ പൈസ ഒന്നെങ്കിൽ ഇതിന്റെ ഉള്ളിൽ കടത്തുള്ളൂ എന്ന് പറയുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് കാര്യം പ്രത്യേകം ചോദിക്കേണ്ടി വന്നേക്കുക. നബിയോ സഹാബത്തോ മക്ബറകളിലേക്ക് യാത്രയാവും മക്ബറകളിൽ പോവുക ചെയ്തിട്ടുണ്ടോ? നബിയോ സഹാബത്തോ മുൻ കഴിഞ്ഞ പ്രവാചകന്മാരെ മക്ബറകളെ സന്ദർശിച്ചിട്ടുണ്ടോ? നബി ഞാൻ ഇപ്പോൾ ഇവിടെ ഉദാഹരണം വായിച്ചില്ല സഹോദരൻ. ഇത്രയും പറഞ്ഞോളൂ. ഇതൊന്നും ആർക്കും ഇഷ്ടം പോലെ ചെയ്യാന്ന് ഉസ്താദ് പറഞ്ഞുകൊണ്ടാ ചോദിക്കുന്നത്. അതുകൊണ്ടാ സുഹൃത്തെ പറയുന്നത്. കഴിഞ്ഞോ? റസൂല് മുൻ കഴിഞ്ഞ പ്രവാചകന്മാരെ മക്ബറകളെ സന്ദർശിച്ചിട്ടുണ്ടോ? സഹാബത്തും കൂട്ടായി പോയിട്ടുണ്ടോ? അവിടെ ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? തീർന്നോ? നിങ്ങളെ ചോദ്യം തീർന്നോ? സുഹൃത്തെ, ഇവിടെ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ വന്നിട്ട് നബി തങ്ങളുടെ ശേഷമുള്ള നബി തങ്ങൾ വഫാത്തായിന്റെ 3-ാം നാളിൽ ഒരു സ്വഹാബി വന്നിട്ട് സിയാറത്ത് ചെയ്തത് ഞാൻ ഇവിടെ വായിച്ചത് നിങ്ങൾ കേട്ടോ? നിങ്ങൾ കേട്ടത് കേട്ടോ? ഇത് കേട്ടോ? നബി മരിച്ചതിന് ശേഷം സാബി ചെയ്യുന്നത് കേട്ടു. മാതൃക കാണിക്കുന്ന നബി മുൻ കഴിഞ്ഞ ഏതെങ്കിലും പ്രവാചകന്റെ ഖബറിൽ സന്ദർശിക്കാൻ പറയുകയോ ചെയ്യും? നബി ചെയ്തത് മാത്രമേ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ എന്നാണോ നിങ്ങൾ ചോദിക്കുക? അത് ഞാൻ ആദ്യം നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി ചോദിക്കുക. നബി പോയതുണ്ട്. നബി ബൈത്തുൽ മുഖദ്ദസിൽ പോയിട്ട് അമ്പിയാക്കന്മാരുടെ ഖബറൊക്കെ കണ്ടിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസിൽ മറമാടപ്പെട്ട അമ്പിയാക്കളുടെ ഖബറൊക്കെ നബി സിയാറത്ത് ചെയ്തിട്ടുണ്ട്.
നബി ബക്കയിൽ പോയിട്ട് സ്വഹാബാക്കളുടെ ഖബറുകളൊക്കെ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ആ സിയാറത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടോ? അത് പലതും നടക്കാത്തുണ്ട്. ഞങ്ങൾക്കൊരു ഉദാഹരണം പറഞ്ഞുതരാം. അള്ളാന്റെ റസൂലിന്റെ കാലത്ത് പണം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ടില്ല. പണം വാങ്ങിയിട്ട് പള്ളി ഉണ്ടാക്കിയിട്ടില്ല. സ്വന്തം ശ്രമദാനത്തിലൂടെയാണ് മദീനത്തെ പള്ളി എല്ലാവരും ഉണ്ടാക്കിയത്. നബിയും പരിശ്രമിച്ചു, സ്വഹാബാക്കളൊക്കെ പരിശ്രമിച്ചു. ആ വിധം പരിശ്രമിച്ചിട്ട് ആ പള്ളി ഉണ്ടാക്കിയത്. ഇനി നമ്മൾ പള്ളിക്ക് വേണ്ടിയിട്ട് പണം പിരിക്കാൻ പറ്റുമോ? പറ്റൂലേ? നിങ്ങൾ എന്താ മനസ്സിലാക്കുന്നത്? എന്തു പറയുന്നു നിങ്ങൾ? പണം വാങ്ങിയിട്ട് പള്ളി പിരിക്കാനോ പള്ളി നടപ്പാക്കാനോ വേണ്ടി പണം വാങ്ങാൻ പറ്റുമോ? അറബികളുടെ പണം വാങ്ങിയിട്ട് നമുക്ക് പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തിട്ട് പള്ളി ഉണ്ടാക്കാൻ പറ്റുമോ? അല്ല, ഞാൻ ചോദിക്കുന്ന ഒരു ഉദാഹരണം പറഞ്ഞു തരാം നിങ്ങൾക്ക്. നിങ്ങൾ എന്ത് പറയുന്നു അതിനെപ്പറ്റി? അതെ, എന്നാ ഞാൻ പറയുന്നു എന്നാ വാങ്ങാം. നിങ്ങൾക്കറിയില്ലല്ലോ, എന്നാ അത് വാങ്ങാം. അതേപോലെ മഖബറ സിയാറത്ത് ചെയ്യുക എന്ന് പറയുന്നതിന് ഓരോ രീതിയുണ്ട്. നമ്മളെ നാടിന്റെ രീതിയിൽ മഖബറയുടെ അധികാരി പറയുന്നു അതിൻ്റെ ഉള്ളിൽ കിടക്കണമെങ്കിൽ എൻ്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമാണ്, അല്ലെങ്കിൽ സർക്കാരിന്റെ ഉടമസ്ഥയിലും നിയന്ത്രണത്തിലുള്ള സ്ഥലമാണ്, അതിൻ്റെ ഉള്ളിൽ കിടക്കണ ഇത്ര ഫീസ് നിശ്ചയിക്കാൻ അവർക്ക് അധികാരമുണ്ട്, അതവർക്ക് വാങ്ങാം. നബിന്റെ കാലത്ത് നടന്നതേ നടന്നൂടൂ എങ്കിൽ പള്ളിക്ക് പണം പിരിക്കാൻ പാടില്ല, പള്ളിക്ക് അറബിന്റെ പണം വാങ്ങാൻ പാടില്ല എന്നൊക്കെ വരും. അതൊക്കെ വാങ്ങാൻ പറ്റും എന്നെല്ലാവരും സമ്മതിക്കുന്നതാണ്. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോൾ അതിനോടനുബന്ധിച്ചൊരു സംശയമുണ്ട്. അതായത് മരിച്ചുപോയ മഹാന്മാരെ ഇടയാളാക്കി പ്രാർത്ഥിച്ചാൽ ഗുണം കിട്ടുമെങ്കിൽ എന്നും അവരെ മക്കബറയിൽ കൂടെ പുണ്യകർമ്മമാണെന്ന് പറഞ്ഞു. അത് ശരിയാണെന്ന് വിശ്വസിക്കുന്ന ഒരു ജനം ഈ മക്കബറകൾ അധീനപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാർ ഫീസ് വാങ്ങിച്ച് മക്കബറ സന്ദർശിക്കാൻ അനുമതി കൊടുക്കുകയും ചെയ്യും, അതിന് ഒത്താശ പണ്ഡിതന്മാർ കൊടുക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ വശം എങ്ങനെയാണ്? അതല്ലേ ഈ സഹോദരായി പറഞ്ഞത്. പഴയകാലത്ത് അതില്ലായിരുന്നു. സഹോദര, മരിച്ചവരെ ചെല്ലണമെങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ കിടക്കണ്ട. ഞാനൊക്കെ സിയാറത്ത് ചെയ്യാറുണ്ട്, ഉള്ളിൽ കിടക്കണമെന്നില്ല. പുറത്ത് നിന്നിട്ടൊരു ഫാത്തിഹ ഓതിയിട്ട് സിയാറത്ത് ചെയ്തിട്ട് ദുആ ചെയ്താലും അവരെ ചെന്ന് സന്ദർശിച്ചതും അവരോട് പറയുന്നതും ഒക്കെ പറയാ. ഉള്ളിൽ തന്നെ കിടക്കണമെന്ന് വാശി വരുന്നത് ഒരാൾക്ക് അയാൾ അവിടെ തന്നെ കണ്ടാ ഒരു നേട്ടമുണ്ടോ എന്ന് കരുതിയിട്ടല്ലേ? അതിന്റെ ഒരു കാര്യമല്ല. അയാൾക്ക് മാനസികമായിട്ടൊരു ഉന്മേഷം കിട്ടാനാണ് അയാൾ പറയുന്നത്. അപ്പൊ ആളുകൾ വരുമ്പോ അതിന്റെ ഉടമസ്ഥതയുടെ ആളുകൾക്കോ അല്ലെങ്കിൽ സർക്കാരിനോ ആ പ്രദേശത്തേക്ക് കടക്കാൻ തിരക്കൊഴിവാക്കാനോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനോ വേണ്ടിയിട്ട് ഫീസ് നിശ്ചയിക്കാം. അതിന് ശറയിലൊരു തെറ്റുമില്ല. ഒരു വിഭാഗത്തിനും അതിന് തെറ്റ് കാണിക്കാനും കഴിയില്ല. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ പൈസ ഉണ്ടാക്കാനുള്ള ഒരു ഫോക്കസ് ആയിട്ട് ഇതിന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചാൽ അത് നിങ്ങളെ പോലെ ഒരാൾ തെറ്റായിട്ട് പറഞ്ഞാൽ പ്രശ്നമില്ല. നബിയുടെ കാലത്തിന് നബിയുടെ ജീവിതവും സഹാബത്തിന്റെ ജീവിതവും ഇപ്പോഴത്തെ പണ്ഡിതന്മാരും ഇപ്പോഴത്തെ മക്ബറയും ഇപ്പോഴത്തെ സാഹചര്യം തമ്മിൽ തുലനം ചെയ്യുമ്പോൾ ഇന്ന് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു കൂട്ടുകെട്ടായിട്ട് ഇതിനെ കാണുന്നതും നബിയുടെ സഹാബത്തും കാശുണ്ടാക്കിയ മാർഗങ്ങൾ വേറെയാണെന്ന് മനസ്സിലാവില്ലേ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു ഒന്ന് മനസ്സിലായല്ലോ. നബി പണിതത്, പള്ളി പണിതത് പരിശ്രമത്തിലൂടെയും സ്വയം പരിശ്രമത്തിലൂടെയും സ്വഹാബാക്കളുടെയും ശ്രമത്തിലൂടെയായി. ഇന്ന് മുജാഹിദുകളും ജമാഅത്തുകളും അവരുടെ പള്ളി ഉണ്ടാക്കാൻ അറബികളെ സമീപിക്കുന്നതും അവരിൽ നിന്ന് പിരിവെടുക്കുന്നതും സ്വന്തം അന്ന് നിങ്ങളതായിട്ട് പറയല്ല, ഞാൻ മനസ്സിലാക്കി തരാണ്. ഇന്ന് സുന്നികളും മുജാഹിദുകളും ഒക്കെ അറബികളെ സമീപിച്ചിട്ടും അവരിൽ നിന്ന് പണം പിരിക്കുന്നതും നാടിൽ വരിയിട്ടിട്ട് പിരിക്കുന്നതും നാട്ടുകാരിൽ നിന്ന് പണം പിരിക്കുന്നതും ഒക്കെ പണം സമ്പാദിക്കാനുള്ളൊരു വഴിയായിട്ട് മാറിയത് കൊണ്ടാണ് എന്ന് നിങ്ങൾ പറയോ? പണം സമ്പാദിക്കാനുള്ള ഒരു വഴിയായിട്ടാണ് ആ പരിപാടി എന്ന് നിങ്ങൾ പറയോ? നബിന്റെ കാലത്ത് അതില്ലല്ലോ, പണം സമ്പാദിച്ചിട്ടില്ല. നബിയും സ്വഹാബത്തും പള്ളിയിൽ കല്ലെടുത്തു, മണ്ണെടുത്തു, ഇതൊക്കെ പരിശ്രമത്തിലൂടെയാണ്. ഇങ്ങനെ പരിശ്രമത്തിലൂടെ പള്ളി നിർമ്മിച്ചിരുന്ന നബിയുടെ സ്വഹാബാക്കളുടെ മാതൃക വിട്ട് അറബി പണത്തിന് വേണ്ടിയിട്ട് പോയിട്ടും അറബികളുടെ നിന്ന് പണം സ്വീകരിച്ചിട്ടും ആളുകളിൽ നിന്ന് പിരിച്ചിട്ടും സക്കാത്തിന്റെ ഫണ്ട് സ്വീകരിച്ചിട്ടും ഒക്കെ അതുകൊണ്ട് പള്ളി ഉണ്ടാക്കുന്ന ഇന്നത്തെ മുസ്ലിമീങ്ങളുടെ നയം പണം ഉണ്ടാക്കാനുള്ള ഒരു ഇടപാടാണ്. പള്ളി നിർമ്മാണോ മദ്രസ നിർമ്മാണോ കോളേജ് നിർമ്മാണോ കോംപ്ലക്സ് നിർമ്മാണോ എന്ന് നിങ്ങൾ പറയോ? അപ്പൊ ഉസ്താദ് പറഞ്ഞു വരുന്നത് മുജാഹിദും ജമാഅത്തെ ഇസ്ലാമിയും വിദേശത്ത് പോയി പണം പിരിച്ച് അവരുടെ സ്ഥാപനം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യണില്ല, മക്ബറയിൽ കൂടി കാശുണ്ടാക്കുന്നു. ഞാൻ പറഞ്ഞതിന് നിങ്ങൾ അർത്ഥം പറയണ്ട. ഇതിനെപ്പറ്റി നിങ്ങൾ എന്ത് പറയുന്നു എന്ന് പറയും. പറഞ്ഞല്ലോ ഏത് ശരിയല്ലാന്ന് സുഹൃത്തെ? നബിയുടെ കാലത്ത് ചെയ്യാത്തതൊക്കെയും തെറ്റാണ് എന്ന് പറയാൻ പറ്റൂല എന്നാ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നത്. അത് മനസ്സിലാണ്ട്. നിങ്ങൾ എതിർത്തിട്ട് വെറുതെ ആയിട്ട് പറയല്ലോ. കുരുട്ടി ചോദ്യം നമ്മൾ ഉദ്ദേശിക്കേണ്ടത്. ഇത് നേരെ പരിപാടിയാണ്. നിങ്ങൾ സംശയം തീർന്നിട്ടേ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും കാലത്ത് പരിശ്രമിച്ച് പള്ളി ഉണ്ടാക്കിയ നിർമ്മാണത്തിൽ നിന്ന് വിട്ട് പണം പിരിച്ചിട്ട് നിർമ്മിക്കുന്നിടത്തേക്ക് നമ്മൾ എത്തി. അത് സാധാരണമായൊരു സമൂഹത്തിന്റെ മാറ്റമാണ്. ഈ മാറ്റങ്ങൾ എല്ലായിടത്തും കാണാം. ബിരിയാണി കൊടുത്തിട്ടേ കല്യാണം ഉണ്ടാക്കുള്ളൂ. ആ മാറ്റം നമുക്ക് എല്ലാവർക്കും അനുവദിക്കാം. മുജാഹിദും ജമാഅത്തും സുന്നി എല്ലാവരും അതിൽ കണക്കാണ്. അതുകൊണ്ടൊന്നും ശറയിൽ എതിർപ്പില്ല എന്ന് മനസ്സിലാക്കി തരികയാണ് ഞാൻ നിങ്ങൾക്ക്. കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഇത്തരം അല്ല വിരോധമില്ലാത്തതൊക്കെ നടത്തും. അതാണ് വിരോധമില്ലാത്ത ഒരു കാര്യമാണ്. എങ്കിൽ പോലും മറ്റ് സമുദായങ്ങൾ കാശുണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങളാണ്. ഈ വെള്ളൂർക്കുന്ന അമ്പലത്തിൽ ചെന്നാൽ അല്ലെങ്കിൽ കൊടക്കരക്കാവ് ചെന്നാൽ കാണാൻ സംഭവം മുല്ലപ്പൂമാലയും മൽപ്പിച്ചിട്ടൊക്കെ ഇത് അവരുടെ അമ്പലങ്ങളിൽ കാശുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അതേ മാർഗം തന്നെ നമ്മുടെ പള്ളിയിൽ ഉപയോഗിക്കണം. നിങ്ങൾ മറ്റു മാർഗക്കാർ ചെയ്യുന്ന കച്ചവടം തന്നെ മുസ്ലിമീങ്ങൾ ചെയ്യുന്നതിനെ എങ്ങനെ കാണും? എങ്ങനെ
മറ്റ് മാർഗ്ഗക്കാര് അനാദി കച്ചവടം ജനറൽ മർച്ചന്റും ഒക്കെ മറ്റു മാർഗ്ഗക്കാരും മറ്റ് സമുദായക്കാരും ചെയ്യുന്ന മാതിരി മുസ്ലിമീങ്ങൾക്ക് ചെയ്തൂടെ? ചെയ്യാം. അനുവദനീയമായതുകൊണ്ടല്ലേ? ഇതുപോലെ അനുവദനീയമായത് നമുക്ക് ചെയ്യാം. മറ്റ് സമുദായക്കാർ അവിടെ നോക്കേണ്ടതില്ല. അനുവദനീയമാണെങ്കിൽ ചെയ്യാം. ആ മതി, മനസ്സിലായാൽ മതി. മനസ്സിലായാൽ മതി. ശരി. സഹോദരൻ 20 മിനിറ്റ് കഴിഞ്ഞ് രേഖയുമായി വരാമെന്ന് പറഞ്ഞ ആള് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് ഈ യോഗത്തിന്റെ പേരിൽ, ഈ സദസ്സിന്റെ പേരിൽ എല്ലാവർക്കും വേണ്ടി ഒരു 5 മിനിറ്റ് സമയവും കൂടെ അനുവദിച്ച് നമുക്ക് പിരിയാം. 5 മിനിറ്റിൽ കൂടുതൽ ദീർഘിപ്പിക്കാൻ നമുക്കെല്ലാ നിലയ്ക്ക് സൗകര്യമാണെങ്കിലും സദസ്സ് അത് ബുദ്ധിമുട്ടായി കരുതും എന്നതുകൊണ്ട് ഈ സഹോദരൻ ഒരല്പം നേരത്തെ തന്നെ ആലോചിച്ചുറച്ച് ആ വേണ്ട സൗകര്യങ്ങളും രേഖയുമായി വരേണ്ടതായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു അപാകത കൊണ്ട് അല്ലെങ്കിൽ ഒരു ശ്രദ്ധക്കുറവ് മുഖേന ഒരു സംഘം മുഴുവനും വിഷമിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അദ്ദേഹം ഇതിനിവിടെ പ്രദർശിപ്പിക്കാനും ചോദിക്കാനും അവസരം കൊടുത്തില്ലെങ്കിൽ മറുപ്രചരണം ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് 5 മിനിറ്റ് നേരം ആ സഹോദരന് വേണ്ടി ഈ സംഘം അനുവദിക്കുകയാണ്. എല്ലാവരും ആ ഒരു സഹോദരൻ സത്യം ബോധ്യപ്പെടട്ടെ എന്ന് കരുതി ക്ഷമിക്കണം എന്നറിയിച്ച് 5 മിനിറ്റിന്റെ ശേഷം ഈ യോഗം പിരിച്ചുവിടും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാല വായിക്കണം. മാല വായിച്ചാൽ മതി. മുഹ്യദ്ദീൻ മാല വായിക്കുക. മാലയുടെ വിശദീകരണം മാലയാണ് നിങ്ങൾ പറഞ്ഞു. മാലയിലില്ലാന്നാ ഞാൻ പറഞ്ഞു, അത് വായിക്കും. മാലയിൽ അതില്ലാന്നാ ഞാൻ പറഞ്ഞത്. മാലയിലുണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞു. മാല വായിക്കും. പുസ്തകം വായിക്കാൻ പറ്റൂല, മാല വായിക്കും. ഇത് കേരളത്തിലെ മുസ്തഫൽ ഫൈസി ഇറക്കിയ പുസ്തകം എന്നോട് പറയണ്ട. മാലയിലുണ്ടോന്നാ നിങ്ങൾ പറഞ്ഞ്, മാലയിലില്ലാന്നാ ഞാൻ പറഞ്ഞ്. മാലയിലുണ്ട് എന്നാ നിങ്ങൾ പറഞ്ഞ്. മാല വായിക്കും. മാലയുടെ വിശദീകരണത്തിലാണ് പറഞ്ഞത്. വിശദീകരണം ഓരോരുത്തർക്കും നൽകാവുന്നതാണ്. നിങ്ങൾ മാല വായിക്കും സുഹൃത്തെ. മാല വായിക്കാനല്ലേ നിങ്ങൾ പോയത് മാല കൊണ്ടുവരാൻ? അതിൽ ഞാൻ ബടൊക്കെ കിട്ടുമല്ലോ മാല എന്ന് പറഞ്ഞു. മാല വായിക്കും. പറഞ്ഞിരിക്കുന്ന വിശദീകരണം നിങ്ങൾക്ക് കേൾക്കണം. മാല വായിക്കൂ സഹോദരൻ. ഞാൻ പറഞ്ഞ വാദം നിങ്ങൾ പറഞ്ഞത് മാലയിലുണ്ട് എന്നാണ്. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പറഞ്ഞോ. ഞാൻ പറഞ്ഞത് അള്ളാഹുവിന്റെ സഹായവും മുഹീദ്ദീൻ ഷേഖിന്റെ സഹായവും ഒന്നാണെന്ന് മാലയില് ഉണ്ടെന്നാ പറഞ്ഞ. അതെ, അത് പറയും. മാല വായിക്കൂ. മാല ഇതന്നെ, മാല വായിക്കും. ഇത് മാലയാണിത്. അതെ, വായിക്കും. മാലയുടെ വിശദീകരണമാണിത്. മാല വായിക്കൂ. മാല വായിക്കും. മാലയിലുണ്ട് ഞങ്ങൾ പറഞ്ഞ. മാല വായിക്കൂ. ശരിയായ ഉത്തരവല്ല ഇത്. എന്താ സുഹൃത്തെ പറയുന്നത്? മാലയിലുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞു. മാല വായിക്കൂ. ഞാൻ പറഞ്ഞ കാര്യം വായിച്ച് കേൾപ്പിക്കാൻ തയ്യാറാണ്. നിങ്ങൾ അംഗീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ മാല വായിച്ചാൽ നിങ്ങൾ മാല വായിച്ചാൽ അംഗീകരിക്കും സഹോദരൻ. മാല വായിച്ചോളൂ. മൈക്ക് പിടിച്ചോളൂ. മൈക്ക് കൊടുത്തോട്ടെ. മാല വായിക്കും. മാലയിലില്ല നിങ്ങൾ സമ്മതിച്ചോ? തർക്കിക്കണ്ട, വേണ്ട, ബഹളം ഉണ്ടാക്കണ്ട. അയാളെന്നെ മതി. കൊടുക്കും. മൈക്ക് കൊടുക്കും. അദ്ദേഹത്തിന് കൊടുക്കും മൈക്ക്. ഞാനിവിടെ സംസാരിച്ചത് ഇവിടെ നമുക്കിവിടെ ആർക്കും ജയിക്കാനോ തോക്കാനൊന്നുമല്ല. ഞാൻ പഠിച്ചു വെച്ചാണ് കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടി തന്നെ ഞാൻ വന്നേക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഈ തെളിവെടുത്ത് വന്നേക്കണം. അതുകൊണ്ടാ നിങ്ങൾ ഇതിന് നല്ലൊരു വിശദീകരണം തന്നാണ്ടല്ലോ. നിങ്ങൾ പറഞ്ഞ സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ അംഗീകരിക്കും. ഇതിപ്പോ ഇത്രയും ജനങ്ങളും നിങ്ങൾക്ക് ഇഷ്ടവേണ്ടി മാത്രം നിങ്ങൾ അംഗീകരിച്ചാൽ നിങ്ങൾ ഇത്രയും 4 മണിക്കൂറോടെ വിശദീകരണം നടത്തിയില്ലേ? അതിന് ഒരു ചെറിയൊരു വാക്ക് പറഞ്ഞാൽ അതിന് ഒരു വിശദീകരണം തന്നെ കുഴപ്പമുണ്ടോ? ഇതിലുള്ള കാര്യം എന്റെ സ്വന്തമായിട്ടുള്ള കാര്യമല്ല. നിങ്ങളത് കഴിഞ്ഞാൽ നിർത്തി. എന്നിട്ട് എനിക്ക് പറയാനാണ്. കഴിഞ്ഞോ? നിങ്ങൾ ഇവിടെ പറഞ്ഞത് മുഹയ്യദ്ദീൻ മാലയിൽ ഇങ്ങനെ ഒരു വരിയുണ്ട് എന്നാണ്. മുഹയ്യദ്ദീൻ മാലയിൽ ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. അതിന് മുഹയ്യദ്ദീൻ മാല കൊണ്ടുവരാൻ ഞാൻ 20 മിനിറ്റ് തന്നാൽ കൊണ്ടുവരാന്നാ പറഞ്ഞ്. മുഹയ്യദ്ദീൻ മാലയിൽ ഉണ്ടെങ്കിൽ അത് വായിക്കുന്നാ പറഞ്ഞു. അതിലില്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ബാക്കി നമുക്ക് നോക്കാം. മുഹയ്യദ്ദീൻ മൈക്ക് കൊടുക്കുക. മുഹയ്യദ്ദീൻ മാല വായിച്ചാൽ മതി സാഹിബേ. ഉസ്താദ് അങ്ങനെ പറഞ്ഞ ശരിയല്ല. എന്നറിയോ, ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ പ്രസിദ്ധീകരണം എടുത്തിട്ട് അതിനകത്ത് ഇന്നത് മാത്രം വായിക്കണം എന്ന് പറഞ്ഞാൽ അർത്ഥമല്ല. പ്രസിദ്ധീകരണമല്ല സുഹൃത്തെ നിങ്ങൾ പറഞ്ഞത്. മുഹയ്യദ്ദീൻ മാല എന്ന് പറയുന്നത് കോഴിക്കോട്ടെ മുഹമ്മദ് ഖാലി ഉണ്ടാക്കിയ മാലയാണ്. പേരും സ്തുതിയും സ്വലാവാത്തും അതിനാൽ തുടങ്ങുന്നൻ അങ്ങനെ പാടാൻ പറ്റുന്ന വരി ഒറ്റൊന്നുണ്ടെങ്കിൽ വായിക്കും സുഹൃത്തെ. അത് ഒറ്റ വരി വായിക്കും. ഒന്നിലും മൗലി ഇത് തെറ്റാന്ന് പറയണം. അല്ല, ഒന്നിലും എഴുതിയ ആള് എഴുതി വെച്ചാണ് തെറ്റാന്ന് പറയാം. ഏതാ നിങ്ങൾ എഴുതിയത്? മാല വായിച്ചിട്ടില്ലല്ലോ. വായിച്ചിട്ടല്ലേ ബാക്കി പറയാം. വായിക്കും. മാല വായിക്കും. അയാൾക്കെന്നോട് അയാൾക്കാണ് വാദം. അയാൾക്ക് കൊടുക്കും. മാല വായിക്കും. അതിശേഷം നിങ്ങൾ ചോദിച്ചോളൂ സഹോദര. മാലന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് വേറെ ചോദിക്കാം. അത് ഓരോരുത്തർ എഴുതുന്ന വ്യാഖ്യാനല്ലേ. മാല പറയൂ ആദ്യം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ സമയം അതിക്രമിച്ചിരിക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ ശ്രദ്ധിക്കണം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ യോഗം പിരിച്ചുവിടുകയാണ്. വളരെ അനുഗ്രഹീതമായ ഒരു സദസ്സ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇവിടെ ഒരുമിച്ച് കൂടുകയും
ഒരു സഹോദരൻ മാലയുടെ പേരിൽ വ്യാജമായ ഒരു ആരോപണം ഉന്നയിക്കുകയും അത് തെളിയിക്കാൻ മുജാഹിദ് പക്ഷത്തെ പ്രതിനിധി എന്ന നിലക്ക് അവർക്ക് സാധിക്കാതെ വരികയും ചെയ്ത നഗ്നമായ യാഥാർത്ഥ്യം ഈ സദസ്സിന് ബോധ്യപ്പെട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ എല്ലാവരും വളരെ ശാന്തമായി വളരെ സമാധാനപരമായി പങ്കെടുത്ത് പിരിഞ്ഞു പോകുന്നതിന്റെ മുമ്പേ ബഹുമാനപ്പെട്ട ഉസ്താദുമാരുടെ ദുആ ഉണ്ടാകും. എല്ലാ സഹോദരങ്ങളും ഈ IDF-നെ സഹായിക്കാൻ നമ്മുടെ സയ്യിദുമാരുമായി ബന്ധപ്പെടണം എന്നും അറിയിക്കുകയാണ്.